എന്താണ് യഥാർത്ഥത്തിൽ പശ്ചിമേഷ്യയിൽ സംഭവിക്കുന്നത്? വീണ്ടും വീണ്ടും ആക്രമണങ്ങൾ പരസ്പരം നടത്തുകയാണ് ഇറാനും അമേരിക്കയും ഇസ്രായേലും. ഇറാന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പാലം അമേരിക്ക തകർത്ത് അതിൻ്റെ ദൃശ്യങ്ങൾ ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപ് പങ്കുവെക്കുകയാണ്. മറിച്ച് ആമസോണിൻ്റെ അടക്കം കേന്ദ്രങ്ങളിൽ ഇറാൻ ആക്രമണം നടത്തുന്നു. ബഹ്റൈൻ അത് നിഷേധിക്കുന്നുണ്ട് എങ്കിൽ പോലും സമാധാനം അകലെയാണ്. ഇതിനിടയിൽ GCC രാജ്യങ്ങൾ അടക്കം 40ഓളം രാജ്യങ്ങൾ യോഗം ചേരുന്നു. ഹോർമുസ് കടലിടുക്ക് തുറക്കണം എന്നാവശ്യപ്പെടുന്നു. ഇതടക്കം നിരവധി വാർത്തകൾ, ഗൾഫ് വാർത്തകൾ, പശ്ചിമേഷ്യൻ വാർത്തകൾ വിശദമായി തന്നെ 9 മണിയിൽ കാണാം. ആദ്യം തലക്കെട്ടുകൾ. ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ ബഹ്റൈൻ പ്രമേയം. ലോകരാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കണമെന്ന ആഹ്വാനവുമായി GCC രാജ്യങ്ങൾ, 40 രാജ്യങ്ങൾ യോഗം ചേർന്നു. ഇറാന്റെ നടപടികൾ ആഗോള സമ്പദ് വ്യവസ്ഥയെ ബന്ദിയാക്കിയെന്ന് ബ്രിട്ടൻ. ഇന്ത്യയുടെ നിലപാട് കൂടി ഉൾപ്പെടുത്തി പ്രമേയം. കരയുദ്ധത്തിന് സജ്ജമായി ഇറാൻ, തയ്യാറെടുക്കാൻ ജനങ്ങൾക്ക് നിർദ്ദേശം. 70 ലക്ഷത്തോളം ജനങ്ങൾ പോരാട്ടത്തിനായി സജ്ജമായി കഴിഞ്ഞുവെന്ന് രാജ്യം. ഇറാനിലെ ഏറ്റവും വലിയ പാലം തകർത്ത അമേരിക്ക. ദൃശ്യങ്ങൾ ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച് ട്രംപ്. USS ജെറാൾഡ് ഫോർഡ് വീണ്ടും പശ്ചിമേഷ്യയിൽ. ദുബായ് പള്ളികളിൽ വിശുദ്ധവാര പ്രാർത്ഥനയില്ല. സുരക്ഷ മുഖ്യമെന്ന ദുബായ് അധികൃതർ. പള്ളികളിൽ വിശുദ്ധവാര പ്രാർത്ഥന ഓൺലൈനിൽ. ബഹ്റൈനിലെ ആമസോൺ സെന്റർ ആക്രമിച്ചുവെന്ന് ഇറാൻ. മിസൈൽ അയച്ചത് ആമസോണിന്റെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സെന്ററിന് നേരെ. നിഷേധിച്ച് ബഹ്റൈൻ. US പോർ വിമാനം തകർത്തുവെന്നും ഇറാന്റെ അവകാശവാദം. US-നും ഇസ്രായേലിനും വ്യാപകവും വിനാശകരവുമായ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ. പീഡാനുഭവ സ്മരണ പുതുക്കി ഇന്ന് ദുഃഖവെള്ളി. പള്ളികളിൽ പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് തുടക്കം. ദുബായിലെ പള്ളികളിൽ സുരക്ഷ കണക്കിലെടുത്ത് കുർബാനയില്ല. കേരളം വിധി എഴുതാൻ ഇനി 6 നാൾ. പ്രചാരണം അവസാന ലാപ്പിലേക്ക്. പ്രധാനമന്ത്രി നാളെ കേരളത്തിൽ. തിരുവല്ലയിലും തിരുവനന്തപുരത്തും പ്രചാരണം. പാലക്കാട് രമേശ് പിഷാരടിയെ തടഞ്ഞ സംഭവത്തിൽ BJP പ്രവർത്തകർക്കെതിരെ കേസെടുത്ത് പോലീസ്. BJP കൗൺസിലർ സിന്ധു രാജനടക്കം 3 പേർക്കെതിരെ കേസ്. കോൺഗ്രസ് ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകും. SDP-യുടെ വോട്ട് സ്വീകരിക്കുന്നത് അവരെ മാനസാന്തരപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ AK ബാലൻ. എല്ലാ വർഗീയ ശക്തികളുടെയും കാര്യത്തിൽ ഇതാണ് നിലപാടെന്നും ബാലൻ ന്യൂസ് 18നോട്. എതിർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ മാനസാന്തരം വരുത്തുന്നതിനും മതനിരപേക്ഷ ബോധം മനസ്സിലേക്ക് എത്തിക്കുന്നതിനും നിരന്തരമായിട്ട് ഞങ്ങൾ ഇടപെടും. അവരെ ഒഴിവാക്കിക്കൊണ്ടല്ല. ബാലനെ പരിഹസിച്ച് MK മുനീർ. ജമാഅത്തെ ഇസ്ലാമിയെ നന്നാക്കിയിട്ട് എന്തായെന്ന് ചോദ്യം. IPL കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ തകർത്ത് സൺറൈസേഴ്സ് ഹൈദരാബാദ്. ഹെൻറിച്ച് ക്ലാസൻ അർദ്ധ സെഞ്ചുറി. ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. നമുക്ക് ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്നത് ഹോർമുസ് എന്ന് തുറക്കും, പഴയപടിയാകും എന്നതിനെക്കുറിച്ചാണ്. പക്ഷേ ഇറാൻ അതിൻ്റെ എല്ലാ തരത്തിലുമുള്ള ശ്രമങ്ങൾ ഹോർമുസുമായി ബന്ധപ്പെട്ട് അവരുടെ ആധിപത്യം സ്ഥാപിക്കാൻ നടത്തുന്ന പശ്ചാത്തലം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതിൽ ഇന്നലെ 40 രാജ്യങ്ങളാണ് യോഗം ചേർന്നത്. പ്രധാനമായും ഓൺലൈനായി അടക്കം യോഗം ചേർന്നാണ് ഹോർമുസിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ ചർച്ച ചെയ്തത്. ഇറാനെതിരെ US, ഇസ്രായേൽ ഇതേ തുടർന്ന് അടഞ്ഞുകിടക്കുന്ന ഹോർമുസ് വീണ്ടും തുറക്കുന്നതിനെക്കുറിച്ചായിരുന്നു പ്രധാന ചർച്ച നടന്നത്. ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, കാനഡ, UAE അടക്കം GCC രാജ്യങ്ങളും ഈ ചർച്ചയുടെ ഭാഗമായി എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. യോഗത്തിൽ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി ഇന്ത്യയിൽ നിന്ന് ഓൺലൈനായി പങ്കെടുക്കുകയാണ് ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, ബഹ്റൈൻ ഒരു പ്രമേയം കൊണ്ടുവരികയാണ്. ഇവിടെ അത് പാസ്സാക്കുക, ഐക്യരാഷ്ട്രസഭയിൽ അടക്കം ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരികയാണ്. അതായത് ഹോർമുസ് അടച്ചിടാൻ ഇറാന് യാതൊരു അവകാശവുമില്ല എന്നാണ് പറയുന്നത്.
ബ്രിട്ടൻ പറഞ്ഞത് ആഗോള സമ്പദ് വ്യവസ്ഥയെ ഇറാൻ ബന്ദിയാക്കുന്ന പശ്ചാത്തലമാണ്. അങ്ങനെ 40ഓളം രാജ്യങ്ങൾ ഈ വിഷയത്തിൽ ഇറാനെതിരായ നിലപാട് സ്വീകരിക്കുന്നു. ഇന്ത്യയുടെ നിലപാട് കൂടി ചേർത്താണ് പ്രമേയം പാസ്സാക്കുകയും മറ്റും ചെയ്തത്. ഹോർമുസ് തുറക്കാൻ എല്ലാ രാജ്യങ്ങളും ഇടപെടണം എന്ന ആവശ്യമാണ്. നമുക്കറിയാം ഇപ്പോഴത്തെ സാഹചര്യം, പ്രത്യേകിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹോർമുസിനെ കൈവിട്ട അവസ്ഥയാണ്. ട്രംപ് പറയുന്നത് ഹോർമുസുമായി ഞങ്ങൾക്ക് ബന്ധമൊന്നുമില്ല, അമേരിക്കയുടെ എണ്ണ നീക്കവും മറ്റും നടക്കുന്നത് മറ്റു മേഖലകളിലൂടെയാണ് എന്നാണ്. ഇവിടെയാണ് മറ്റു രാജ്യങ്ങൾക്ക് വലിയ പ്രതിസന്ധി ഇറാന്റെ നിലപാട് ഇവിടെ വരുത്തീർക്കുന്നത് എന്നത് പ്രധാനമാണ്. അജയ് സുധാ ബിജു ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. അജയ്, ഹോർമുസിനെ കേന്ദ്രീകരിച്ചാണ് ലോകരാജ്യങ്ങളുടെ ചർച്ച. കാരണം നമുക്കറിയാം ആഗോള വ്യാപാരത്തിൻ്റെ 80%-ലധികവും കപ്പൽ നീക്കങ്ങൾ നടത്തുന്ന ഒരു മേഖലയിൽ ഇറാൻ പൂർണ്ണമായും അത്തരത്തിലുള്ള നിലപാടുകൾ പ്രഖ്യാപിച്ചാൽ അത് ചില്ലറ തിരിച്ചടിയല്ല ഉണ്ടാക്കുന്നത്. ഒപ്പം 20,000-ഓളം നാവികരുടെ സുരക്ഷയും വളരെ പ്രധാനമാണ്. എന്ത് തീരുമാനത്തിലാണ് ഈ 40 രാജ്യങ്ങൾ എത്തിയത്? ഹോർമുസ് കടലിടുക്കിന്റെ പ്രതിസന്ധി ഇപ്പോൾ ഏറ്റവും കൂടുതൽ വലച്ചിരിക്കുന്നത് ഏഷ്യൻ രാജ്യങ്ങളെയും അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളെയുമാണ്. ഈ രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ തന്നെ ബാധിക്കുന്ന രീതിയിൽ വളരെ ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഇത് കാരണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നേരിടാൻ വേണ്ടി നിലവിൽ 2 തരത്തിലുള്ള നീക്കങ്ങളാണ് ആഗോളതലത്തിൽ തന്നെ നടക്കുന്നത്. ഒന്ന്, UN-ൽ ബഹ്റൈൻ സമർപ്പിച്ചിട്ടുള്ള ഒരു പ്രമേയം, അതായത് GCC രാജ്യങ്ങളുടെ പിന്തുണയോടെയാണ് ബഹ്റൈൻ ഇത്തരമൊരു പ്രമേയം UN-ൽ മുന്നോട്ട് വെച്ചത്. ഇതിൽ ബഹ്റൈൻ പറയുന്നത് ഹോർമുസ് കടലെടുക്ക് വഴി സുരക്ഷിതമായിട്ടുള്ള യാത്ര ഉറപ്പാക്കാൻ വേണ്ടി ഓരോ രാജ്യങ്ങൾക്കും പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി അന്താരാഷ്ട്ര നിയമങ്ങൾ അത് അനുകൂലമാകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ബഹ്റൈൻ ഇത്തരമൊരു പ്രമേയം പാസാക്കിയത്. ഇതിന് GCC രാജ്യങ്ങളുടെ പിന്തുണയുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വിഷയത്തിൽ UN-ൽ പ്രധാനമായിട്ടും എതിർപ്പ് വരാൻ സാധ്യതയുള്ളത് റഷ്യയുടെ ഭാഗത്തു നിന്നും ചൈനയുടെ ഭാഗത്തു നിന്നുമാണ്. ഈ ഒരു നീക്കങ്ങൾ, ഈ ഒരു എതിർ നീക്കങ്ങൾ അത് തിരിച്ചടി ആകാതിരിക്കാനുള്ള മുന്നൊരുക്കങ്ങളും GCC രാജ്യങ്ങൾ തേടുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് സൗദി അറേബ്യയുടെ ക്രൗൺ പ്രിൻസസ് ആയിട്ടുള്ള മുഹമ്മദ് ബിൻ സൽമാൻ, അദ്ദേഹം റഷ്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള വ്ളാഡിമിർ പുടിനുമായിട്ട് സംസാരിച്ചതായിട്ടാണ് സൂചനകൾ. ചില GCC രാജ്യങ്ങളുടെ പ്രതിനിധികൾ ചൈനയുമായിട്ടും സംസാരിക്കാൻ നീക്കം നടത്തുന്നുണ്ട്. ഈ ഒരു പ്രമേയത്തിൽ ഇന്ന് തന്നെ വോട്ടെടുപ്പ് നടക്കുമെന്നാണ് വിവരമുള്ളത്. മറ്റൊരു നീക്കം എന്ന് പറയുന്നത് ബ്രിട്ടന്റെ നേതൃത്വത്തിലാണ്. ബ്രിട്ടന്റെ നേതൃത്വത്തിൽ ഏതാണ്ട് 40ഓളം രാജ്യങ്ങൾ ഒരു യോഗം ചേർന്നിട്ടുണ്ട്. ഇന്ത്യ പ്രതിനിധീകരിച്ചുകൊണ്ട് നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി ആയിട്ടുള്ള വിക്രം മിശ്രി ഓൺലൈനായിട്ടും ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ യോഗത്തിലും ഈ ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷ തന്നെയാണ് പ്രധാനമായിട്ടും ചർച്ചാ വിഷയമായിട്ട് വന്നത്. ഇതിൽ ഇപ്പോൾ ബ്രിട്ടൻ എടുത്ത ഒരു നിലപാടെന്ന് പറയുന്നത് സൈനികപരമായിട്ടുള്ള നീക്കങ്ങളെക്കാൾ ഈ മേഖലയിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് രാഷ്ട്രീയപരമായിട്ടുള്ള നയതന്ത്രങ്ങൾക്കാണെന്നാണ്. അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങൾ പെട്ടെന്നൊരു സൈനിക നീക്കം ഇവിടേക്ക് നടത്താനുള്ള സാധ്യതയില്ല. ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രമേയം തന്നെയാണ് ഈ ഒരു രാജ്യങ്ങളെല്ലാം കൂടി ചേർന്ന് പാസ്സാക്കിയതെന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. ഫ്രാൻസ്, ഇറ്റലി, അതുപോലെ തന്നെ UAE അടക്കം നിരവധി രാജ്യങ്ങൾ ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. ഇന്ത്യ ഇക്കാര്യത്തിൽ തങ്ങളുടെ നിലപാടും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യയുടെ ഒരു നിലപാടും കൂടി ചേർത്താണ് ഈ പ്രമേയം പാസ്സാക്കിയിട്ടുള്ളതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. തീർച്ചയായും അതാണ് ഹോർമുസിലേക്ക് ചർച്ചകൾ കേന്ദ്രീകരിക്കുകയാണ്. ബഹ്റിനാണ് ഇക്കാര്യത്തിലൊരു ഐക്യരാഷ്ട്രസഭയിലടക്കം പ്രമേയം കൊണ്ടുവരുന്നത്. കടലിടുക്ക് കടക്കാൻ ഓരോ രാജ്യത്തിനും അവകാശമുണ്ടായെന്നാണ് ബഹ്റിൻ പറയുന്നത്. അന്താരാഷ്ട്ര പിന്തുണ ഇതുമായി ബന്ധപ്പെട്ട് വേണം. GCC പിന്തുണയോടെയാണ് നേരത്തെ അജയ് സുധാ ബിജു പറഞ്ഞതുപോലെ ബഹ്റിൻ പ്രമേയം കൊണ്ടുവന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ട്രംപിന്റെ വെല്ലുവിളികളെയൊക്കെ അതിജീവിച്ച് കരയുദ്ധത്തിന് സജ്ജമാകാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു ഇറാൻ പാർലമെന്റ് സ്പീക്കർ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. കരയുദ്ധം തുടങ്ങിയാൽ രാജ്യത്തെ സാധാരണ ജനങ്ങളും ആയുധമെടുക്കാൻ തയ്യാറെടുക്കുകയാണെന്നാണ് സ്പീക്കർ മുഹമ്മദ് ബാഖർ ഗലിബാഫ് വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിൽ 70 ലക്ഷത്തോളം ജനങ്ങൾ പോരാട്ടത്തിനായി സജ്ജമായി കഴിഞ്ഞെന്നും രാജ്യമൊട്ടാകെ ഇതിനായുള്ള മുന്നേറ്റം നടക്കുന്നുവെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതായത് കരയുദ്ധം തുടങ്ങിയാൽ രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ ആബാലവൃദ്ധം ആളുകളും അമേരിക്കയ്ക്കെതിരെ പൊരുതും. അമേരിക്കൻ സൈനികരിൽ ഒരാളെ പോലും ബാക്കി വെച്ചേക്കില്ല എന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ഇറാനിലേക്ക് അതിക്രമിച്ച് കയറുന്നവർ ആയുധബേന്തി നിൽക്കുന്ന കുടുംബാംഗങ്ങളെയാകും ഇനി കാണേണ്ടി വരികയെന്നും ദേശീയ സുരക്ഷയ്ക്കായി ജനങ്ങൾ ഒന്നടങ്കം പോരാടുമെന്നും സ്പീക്കർ മുന്നറിയിപ്പ് നൽകുന്ന പശ്ചാത്തലം ഒരുങ്ങുകയാണ്. അതായത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സംയുക്ത ആക്രമണത്തെ ചെറുക്കാൻ സൈന്യത്തോടൊപ്പം ജനകീയ പ്രതിരോധം കൂടി ശക്തമാക്കുകയാണ് ഇറാൻ എന്നാണ് ഈ പ്രസ്താവന മനസ്സിലാക്കേണ്ടത്. നേരത്തെ ഇറാൻ സൈനിക മേധാവിയും ട്രംപിന് മുന്നറിയിപ്പുമായി രംഗത്ത് വന്നിരുന്നു. അജയ്, ഇതിപ്പോൾ ഇറാന്റെ പ്രതിരോധം അതിശക്തമാണ്. ഇത്തരമൊരു നീക്കം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ, നേരത്തെ ചില വിവരങ്ങൾ പുറത്തു വന്നത് ഇറാൻ പുതിയ സൈനികരെ റിക്രൂട്ട് ചെയ്യാൻ പോകുമ്പോൾ പല
കേന്ദ്രങ്ങളിലും വലിയ ആൾത്തിരക്കും ജനബാഹുല്യവും ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ്. ഇതടക്കം വളരെ കൃത്യമായി സേനാംഗങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു. കരയുദ്ധം തുടങ്ങിയാൽ ഇതുവരെ ഉണ്ടായിരിക്കുന്ന പ്രതിരോധമായിരിക്കില്ല ഇറാന്റെ ഭാഗത്തു നിന്നുള്ളതെന്ന് വ്യക്തമാവുകയല്ലേ? തീർച്ചയായിട്ടും ഇപ്പോൾ ഇറാൻ തങ്ങളുടെ പ്രതിരോധം അത് കൂടുതൽ കടുപ്പിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ടും അവർ ഇസ്രായേലിനെതിരെയും അതുപോലെ തന്നെ GCC രാജ്യങ്ങളിലുള്ള അമേരിക്കൻ ബേസുകൾക്ക് നേരെയും ആക്രമണം നടത്തിയിട്ടുണ്ട്. മാത്രമല്ല ചില ടെക് ഭീമന്മാരെയും ഇവർ ഇറാൻ ലക്ഷ്യമിടുന്നുണ്ട് എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ബഹ്റൈനിലുള്ള ആമസോണിൻ്റെ ഡാറ്റാ സെന്റർ ഇറാൻ ആക്രമിച്ച് തകർത്തത്. ഇതിൻ്റെ കമ്പ്യൂട്ടർ സെന്ററാണ് നിലവിൽ ആക്രമണത്തിന് വിധേയമാക്കിയിട്ടുള്ളതെന്നാണ് വിവരമുള്ളത്. ഈ ഒരു ആമസോണിന്റെ ഡാറ്റാ സെന്റർ വഴി അമേരിക്കയ്ക്ക് രഹസ്യ വിവരങ്ങൾ ചോർത്തുന്നു എന്നതാണ് ഇറാന്റെ ഒരു ആരോപണം. അത് ഈ മേഖലയിൽ തങ്ങൾക്ക് വലിയൊരു ഭീഷണിയായി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ ബഹ്റൈനിലുള്ള ആമസോൺ ഡാറ്റാ സെന്ററിന് നേരെ ആക്രമണം നടത്തിയതെന്നും ഇറാൻ വിശദീകരിക്കുന്നുണ്ട്. ബഹ്റൈൻ ഇക്കാര്യത്തിൽ UN-ൽ അപലപിച്ചിട്ടുണ്ട്. ഈ ബഹ്റൈന്റെ ഭാഗമായി പ്രമേയം മുന്നോട്ട് വെച്ചപ്പോൾ തന്നെയാണ് തങ്ങളുടെ രാജ്യത്തുള്ള ഡാറ്റാ സെന്ററിന് നേരെ നടന്ന ആക്രമണത്തെ അപലപിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ ഇറാൻ കൂടുതൽ തങ്ങൾ നടത്തിയിട്ടുള്ള ആക്രമണങ്ങളുടെ തെളിവായിട്ട് കൂടുതൽ ദൃശ്യങ്ങളും ചിത്രങ്ങളും അടക്കം പുറത്തുവിടുന്ന ഒരു കാര്യവും നമുക്ക് നിലവിൽ കാണാൻ സാധിക്കും. അതായത് മാർച്ച് 1-ന് ഈ സൗദി അറേബ്യയിൽ ഉള്ള US ബേസിൽ ഉൾപ്പെടെ നടന്നിട്ടുള്ള ആക്രമണങ്ങൾ, ഇതിൻ്റെ ചില ചിത്രങ്ങളും അതുപോലെ തന്നെ സാറ്റലൈറ്റ് ദൃശ്യങ്ങളും അടക്കം ഇറാൻ നിലവിൽ പങ്കുവച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇറാൻ അകത്തുള്ള പ്രതിരോധം അത് കൂടുതൽ കടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് കൂടുതൽ സൈനികരെ ഉൾപ്പെടെ റിക്രൂട്ട് ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ ജനങ്ങളോടും സജ്ജരായി ഇരിക്കാൻ പറഞ്ഞുകൊണ്ടുള്ള ഒരു ആസൂത്രിതമായിട്ടുള്ള ഒരു നീക്കമാണ് ഇറാനിൽ നടക്കുന്നത്. അതായത് US തങ്ങളുടെ ഏതാണ്ട് 45,000-ഓളം വരുന്ന സൈനികരെ ഇതിനോടകം തന്നെ ഏറ്റവും പുതുതായി പശ്ചിമേഷ്യയിൽ എത്തിച്ചിട്ടുണ്ട്. കൂടുതൽ യുദ്ധവിമാനങ്ങളും കപ്പലുകളും അടക്കം മേഖലയിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. ട്രംപിന്റെ ഏറ്റവും പുതിയ ഭീഷണി, അതായത് 40 മിനിറ്റ് മുൻപേ അദ്ദേഹം പങ്കുവച്ച ഒരു പോസ്റ്റിലടക്കം പറയുന്നുണ്ട്. അതായത് ഇറാനിൽ ബാക്കിയുള്ളതൊന്നും US നിലവിൽ ആക്രമിച്ചു തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ പാലങ്ങളാണ് തങ്ങൾ ലക്ഷ്യമിട്ടിട്ടുള്ളതെങ്കിൽ നാളെ അവിടെയുള്ള പവർ പ്ലാന്റുകളെ തങ്ങൾ ലക്ഷ്യമിടും. അതുകൊണ്ട് പുതിയ നേതൃത്വം ഉടൻ തന്നെ US-മായി ഒരു ധാരണയിൽ എത്തണം. തീർച്ചയായും. അപ്പോഴും ഇന്നലെ US പ്രസിഡന്റ് പറഞ്ഞത് ഇറാനെ ശിലായുഗത്തിലേക്ക് എത്തിക്കുമെന്നാണ്. ഇറാനെ ശിലായുഗത്തിലേക്ക് എത്തിക്കുമെന്നുള്ളതിന് വളരെ കൃത്യമായ മറുപടി ഇപ്പോൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. ഇറാൻ പറയുന്നത് US സൈനികരെ ശവക്കുഴിയിലേക്ക് തള്ളിവിടുന്നത് നിങ്ങൾ തന്നെയാണ്. ട്രംപിന് ഇറാന്റെ മറുപടി വരുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് വളരെ കൃത്യമായ മറുപടി. ഇറാൻ US-ന്റെയോ ഇസ്രയേലിന്റെയോ ബോംബാക്രമണങ്ങൾക്ക് ഇറാനെ ശിലായുഗത്തിലേക്ക് എത്തിക്കാൻ സാധിക്കില്ല എന്നാണ് ഇറാൻ എംബസി X-ൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിൽ പറയുന്നത്. ഞങ്ങൾക്ക് 7000 വർഷത്തെ സംസ്കാരമുണ്ട്, പാരമ്പര്യമുണ്ട്, ചരിത്രമുണ്ട്. ആ ചരിത്രത്തിന് ഞങ്ങൾ നന്നായി അറിയാം. അതിൽ വ്യക്തമായിട്ടുള്ള എന്തെന്നാൽ ശിലായുഗം മുതൽ ആധുനിക കാലം വരെ കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുകയും മാനവരാശിക്കെതിരായ കുറ്റങ്ങൾ ചെയ്തു കൂട്ടിയതും നിങ്ങളാണ് എന്നാണ് ഇറാൻ എംബസി പറഞ്ഞു വെക്കുന്നത്. US സൈനികരെ അവർ തന്നെ കല്ലറകളിലേക്ക് അയക്കുകയാണ് എന്നും ഇറാന്റെ സൈന്യമായ റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ കമാൻഡർ സയ്യിദ് മജീദ് മുസാവി പറയുന്നത് പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം നിങ്ങൾക്ക് വളരെ കുറച്ച് ചരിത്രവും കാലവും ഒക്കെയാണ് ബാക്കിയുള്ളത്. 250 വർഷം മാത്രമാണ് നിങ്ങളുടെ ചരിത്രത്തിന് പഴക്കമുള്ളത്. പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല. ഞങ്ങളുടെ നാഗരികതയെ നിങ്ങൾ വെല്ലുവിളിക്കേണ്ട. ഞങ്ങളുടെ സൈനിക ശേഷിയെക്കുറിച്ച് നിങ്ങൾക്ക് ലഭിച്ച വിവരങ്ങൾ തെറ്റാണ്. ഇനിയും ഞങ്ങൾക്ക് നിരവധി സൈനിക ശേഷിയുണ്ട്, ആയുധങ്ങളുണ്ട്. അതൊക്കെ വളരെ കൃത്യമായി ഞങ്ങൾ ഉപയോഗിക്കും. ഞങ്ങളുടെ എല്ലാ സൈനിക ശക്തിയും സുരക്ഷിതമാണ്. നിങ്ങൾ വലിയ നഷ്ടത്തിലേക്ക് നിങ്ങളെ നയിക്കും ഇനിയും ആക്രമണം തുടർന്നാൽ എന്നാണ് ഇറാൻ അമേരിക്കയെയും ഒപ്പം ഇസ്രായേലിനെയും മറ്റും പരിഹസിക്കുന്നത്. ഈ പ്രത്യേക സാഹചര്യത്തിൽ അത് വളരെ നിർണായകമാണ് താനും. അതേസമയം മറ്റൊരു വാർത്ത പുറത്തു വരുന്നത് US ആക്രമണത്തിൽ ടെഹ്റാനിൽ നിർമ്മാണത്തിൽ നിന്ന പാലം തകർന്നു എന്നുള്ള വിവരം അത് ഇറാൻ സൈന്യം സമ്മതിക്കുന്നുണ്ട്. ഈ ദൃശ്യങ്ങളടക്കം നേരത്തെ ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പങ്കുവെക്കുകയും മറ്റും ചെയ്തിരുന്നു. ഏറ്റവും വലിയ പാലമാണ്, ലോകത്തിൽ തന്നെ വേണമെങ്കിൽ ഏറ്റവും വലിയ പാലമെന്ന് വിശേഷിപ്പിക്കാവുന്ന കറാജ് പാലമാണ് ഇപ്പോൾ തകർന്നിരിക്കുന്നത് എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ ഏറ്റവും ഉയരമുള്ള ഒരു പാലം കൂടിയാണിത്. ഒപ്പം US-ന്റെ ഏറ്റവും പുതിയ മിലിറ്ററി കപ്പൽ ജെറാൾഡ് അത് പശ്ചിമേഷ്യയിലേക്ക് വീണ്ടും തിരിച്ചു വന്നു എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അജയ്, അപ്പോൾ ഈ ഇറാന്റെ വെല്ലുവിളികളുണ്ടെങ്കിലും അമേരിക്കൻ ആക്രമണത്തിന് കുറവില്ല. നേരത്തെ അജയ് പറഞ്ഞതുപോലെ പാലങ്ങൾ ആക്രമിച്ച് തകർക്കുന്നു, വീണ്ടും പശ്ചിമേഷ്യയിലേക്ക് ജെറാൾഡ് എത്തുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു. ഇതൊക്കെ അമേരിക്കയും കാര്യങ്ങൾ കടുപ്പിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ്.
ഇറാനെ ഒരു സമ്മർദ്ദത്തിലേക്ക് നീക്കിയിട്ടുകൊണ്ട് തങ്ങളുടെ ലക്ഷ്യങ്ങൾ ഫലപ്രാപ്തിയിൽ എത്തിക്കുക, ഇതാണ് നിലവിൽ ട്രംപ് സ്വീകരിച്ചിരിക്കുന്ന ഒരു നീക്കമെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ട്രംപിന്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു പോസ്റ്റ്, അതായത് ഇന്നലെ ഏതാണ്ട് ഇന്ത്യൻ സമയം അർദ്ധരാത്രിയോടെ വന്ന പോസ്റ്റിലാണ് നിലവിൽ നമ്മുടെ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ദൃശ്യങ്ങൾ ട്രംപ് ഷെയർ ചെയ്തത്. അതായത് ഇറാനിനുള്ളിലെ ഏറ്റവും വലിയ പാലം തങ്ങൾ ആക്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രംപ് ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ കരാജിലുള്ള ബിൽഗാൻ എന്ന് പറയുന്ന പാലമാണ് തകർന്നിട്ടുള്ളത്. B1 എന്നാണ് ഇതിന്റെ ചുരുക്കപ്പേര്. ഇത് ഇറാനിലുള്ള തന്നെ ഏറ്റവും വലിയ പാലങ്ങളിലൊന്നാണ്. ഇത് ആക്രമിച്ച് തകർത്തതിൽ മൊത്തം 8 പേരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഈ പാലം വഴി യാത്ര ചെയ്തിട്ടുള്ള ആളുകളാണ് കൊല്ലപ്പെട്ടതെന്നാണ് വിവരം. അതുമാത്രമല്ല, ഈ പാലത്തിൽ 2 ഘട്ടത്തിൽ ആക്രമണം നടന്നിട്ടുണ്ട്. ആദ്യഘട്ട ആക്രമണത്തിൽ കുറച്ചുപേർ കൊല്ലപ്പെടുകയും അതുപോലെ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മേഖലയിൽ തുടർന്ന് രക്ഷാപ്രവർത്തനത്തിനായി ഒരു ഇറാൻ സംഘം എത്തിയിരുന്നു. അപ്പോഴാണ് രണ്ടാമത്തെ ആക്രമണം ഈ പാലത്തിന് നേരെ നടക്കുന്നത്. അങ്ങനെ ഇവിടെ പരിക്കേറ്റവരുടെ എണ്ണം അത് കൂടുകയും ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 95 പേർക്ക് പരിക്കേറ്റതായിട്ടാണ് നിലവിൽ വിവരമുള്ളത്. അതിന് പിന്നാലെയാണ് ട്രംപ് ഇപ്പോൾ ഏറ്റവും പുതിയ പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. തങ്ങൾ പാലങ്ങൾ മാത്രമല്ല, ഉടൻ ഒരു ധാരണയിൽ എത്തിയില്ലെങ്കിൽ ഇറാനുള്ളിലെ പവർ പ്ലാന്റുകളെയും ആക്രമണ വിധേയമാക്കും എന്നാണ് ട്രംപ് പറയുന്നത്. അദ്ദേഹം ഇന്നലെ നേരിട്ട് മാധ്യമങ്ങളെ കണ്ട് ഒരു വെടിനിർത്തൽ പ്രഖ്യാപിച്ചില്ല എന്ന് മാത്രമല്ല, US-ന്റെ കൂടുതൽ ആവശ്യങ്ങൾ, അതായത് നേരത്തെ മുന്നോട്ട് വെച്ച 15 ആവശ്യങ്ങളിൽ മിക്കതും ഇറാൻ തള്ളിക്കളഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ US-ന്റെ ആവശ്യങ്ങൾക്ക് മുൻതൂക്കമുള്ള ഒരു ധാരണ അത് തന്നെയാണ് നിലവിൽ ട്രംപിന്റെ ലക്ഷ്യമെന്നും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായും അജയ് തുടരണം. ഇപ്പോൾ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്ത, നമ്മൾ ആദ്യം മുതൽ പറയുന്നത് പോലെ തന്നെ ഈ പ്രത്യാക്രമണം ഇറാന്റെ ഭാഗത്തുനിന്ന് കൂടുതലായും ഉണ്ടാകുന്നത് ദുബായ് പോലെയുള്ള GCC രാജ്യങ്ങളിലേക്കാണ്, ഗൾഫ് രാജ്യങ്ങളിലേക്കാണ്. ഇന്നിപ്പോൾ വിശുദ്ധ വാരമാണ്, വളരെ പ്രധാനപ്പെട്ട ദിവസമായി ക്രൈസ്തവർ ആചരിക്കുന്ന ദുഃഖവെള്ളിയാണ്. ദുബായിലെ പള്ളികളിൽ വിശുദ്ധവാര പ്രാർത്ഥനയില്ല എന്നുള്ളത് അതീവ ദുഃഖകരമായ ഒരു സംഗതിയാണ്. സുരക്ഷ മുഖ്യമെന്നാണ് ദുബായ് അധികൃതർ വ്യക്തമാക്കുന്നത്. പള്ളികളിൽ വിശുദ്ധവാര പ്രാർത്ഥന ഓൺലൈനിൽ ഉണ്ടാകും എന്നുള്ളത് മാത്രമാണ്. അത് വളരെ നിർണായകമായ, വളരെ പ്രധാനമായ ഒരു കാര്യമായി മാറുകയാണ്. കാരണം ഒരുപക്ഷെ ദുബായ് ചരിത്രത്തിൽ ആദ്യമായിരിക്കാം ഇത്തരമൊരു സംഗതിയിലേക്ക് കടക്കുക എന്നത് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇപ്പോൾ വിശ്വാസികൾ ഓൺലൈനായി വീടുകളിലിരുന്ന പ്രാർത്ഥനയിൽ, കുർബാനയിലും മറ്റും പങ്കുകൊള്ളുന്ന ഒരവസ്ഥ, അത് വളരെ പ്രധാനമാണല്ലോ അജയ്. കാരണം ദുബായ് പോലെയുള്ള ഒരു രാജ്യത്ത് നമുക്കറിയാം, മലയാളികൾ നിരവധിയുള്ള സ്ഥലത്ത് ഈ പ്രതിസന്ധി രൂക്ഷമായി തുടരുന്ന ഒരു പശ്ചാത്തലം, ഇപ്പോൾ വിശുദ്ധവാരത്തിൻ്റെ പ്രാർത്ഥന പോലും ഓൺലൈനായി നടത്തേണ്ട ഒരു സാഹചര്യം ഒരുങ്ങുകയാണ്. തീർച്ചയായിട്ടും അവിടെ പ്രതിസന്ധി ഇപ്പോഴും അതിനൊരു അയവുണ്ടായിട്ടില്ല. ഇന്ന് രാവിലെ അടക്കം നിരവധി രാജ്യങ്ങളിൽ ഈ ഡ്രോൺ ആക്രമണം, അതുപോലെ തന്നെ മിസൈൽ ആക്രമണം അടക്കം ഉണ്ടായിട്ടുണ്ട്. ഇവയെല്ലാം പ്രതിരോധിച്ചതായി ഈ രാജ്യങ്ങളുടെ അതത് മന്ത്രാലയങ്ങൾ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏറ്റവും പുതുതായിട്ട് ബഹ്റൈനിലുള്ള ഒരു ഡാറ്റാ സെന്റർ, നിരവധി ഉദ്യോഗസ്ഥരുൾപ്പെടെ ജോലി ചെയ്യുന്ന ഒരു സ്ഥലമായിരുന്നു. എന്നാൽ രാത്രി സമയത്താണ് ഈ ആക്രമണം നടന്നതെന്നാണ് വിവരമുണ്ടായിരുന്നത്. അധികം ജീവനക്കാരൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മറ്റ് പരിക്കുകളൊന്നും നിലവിൽ, പരിക്കും അതുപോലെ തന്നെ മരണമൊന്നും നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അത്തരമൊരു കാര്യം കൂടിയുണ്ട്. അതുപോലെ തന്നെ ഈ ആരാധനാലയങ്ങൾക്ക് നേരെയുള്ള ആക്രമണം, ഇപ്പോൾ ഇസ്രായേലിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ നിരവധി ആരാധനാലയങ്ങൾ ഉൾപ്പെടെ ആക്രമണ വിധേയമായിട്ടുണ്ട്. അതിപ്പോൾ ക്രിസ്ത്യൻ ദേവാലയങ്ങൾ മാത്രമല്ല, ചില വർഷങ്ങൾ പഴക്കമുള്ള മസ്ജിദുകൾ വരെ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് UAE അടക്കമുള്ള രാജ്യങ്ങൾ ഈ പ്രാർത്ഥനകൾ അത് ഓൺലൈനായി നടത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. നിരവധി വിശ്വാസികളടക്കം ഓൺലൈനായിട്ടാണ് ഈ ശുശ്രൂഷകൾ അതിൽ ഉൾപ്പെടെ പങ്കെടുക്കുന്നത്. പ്രത്യേകിച്ച് ഈ നമുക്കറിയാം, ഇന്നലെ പെസഹ വ്യാഴത്തിൻ്റെ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരാചാരമായിരുന്നു പാദ ശുശ്രൂഷ. അതുമാത്രമല്ല, പള്ളിയിലെത്തിയുള്ള മറ്റ് ചടങ്ങുകൾ, ഇനി ഈസ്റ്ററിനോടനുബന്ധിച്ച് വരാനിരിക്കുന്ന പാതിര കുർബാന, ഇവയെല്ലാം ഓൺലൈനായിട്ടാണ് നടക്കുക എന്നുള്ളത് അത് തീർച്ചയായിട്ടും നിരവധി മലയാളികളെ, അതുപോലെ തന്നെ നിരവധി വിശ്വാസികളെ സംബന്ധിച്ച് അവരെ കൂടുതൽ ഒരു മനോവിഷമത്തിലേക്ക് തള്ളിയിടുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല, വിദ്യാർത്ഥികളും പ്രതിസന്ധിയിലാണ് എന്നുള്ള ഒരു കാര്യമുണ്ട്. ഓൺലൈൻ ക്ലാസ്സുകളാണ് നിലവിലും അവിടെ ഉള്ളത്. നമ്മുടെ ഇപ്പോൾ CBSE പരീക്ഷകളടക്കം അവിടെ റദ്ദാക്കുന്ന ഒരു അവസ്ഥയും ഉണ്ടായിരുന്നു. തീർച്ചയായും ഞാൻ ഇന്നലെ എൻ്റെ സുഹൃത്ത്, എൻ്റെ ആത്മസുഹൃത്ത് സോണി കുര്യൻ ഡാനിനോട് സംസാരിക്കുകയായിരുന്നു, നാട്ടുകാരൻ കൂടിയായ സോണിയോട് സംസാരിച്ചപ്പോൾ നമ്മൾ വിചാരിക്കാത്ത നിശബ്ദമായ ഒരുപാട് പ്രതിസന്ധികൾ ദുബായിലെ മലയാളികൾ, ദുബായിൽ താമസിക്കുന്നവർ നേരിടുന്നുണ്ട്. ഏറ്റവും പ്രധാനം വിലക്കയറ്റം തന്നെയാണ്, സംശയമില്ല. ഇന്നിപ്പോൾ അല്പം മുമ്പ് അജയ് പറഞ്ഞ ഓൺലൈൻ പ്രാർത്ഥനയിലൂടെയൊക്കെ
അവർ വിഷമം നേരിടുമ്പോൾ അത്തരം പ്രാർത്ഥനകളൊക്കെ നമുക്കറിയാം അതിനൊക്കെ എത്രത്തോളം നമ്മളൊരു കൂട്ടായ്മയാണ് പള്ളികളിൽ എത്തുക എന്നൊക്കെ പറയുന്നത്, സഹപ്രവർത്തകരെയും നാട്ടുകാരെയും കാണുക എന്നുള്ളത് അവർക്ക് അത് വലിയ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. ഒപ്പമാണ് ഈ വിലക്കയറ്റം എന്ന വലിയൊരു പ്രശ്നം ദുബായിയെ നേരിടുന്നത്. ചെറിയ വരുമാനത്തിൽ ജീവിക്കുന്ന നിരവധി ആളുകൾ ഉണ്ടാകും അവിടെ. അവർക്കൊക്കെ എന്നോട് സംസാരിച്ചപ്പോൾ സോണി പറഞ്ഞത് ഒരു തേങ്ങയ്ക്ക് നമ്മൾ ആലോചിക്കണം, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരു തേങ്ങയ്ക്ക് 300 മുതൽ 400 രൂപ വരെ 4-5 ഇരട്ടി വിലയിലേക്ക് മാറി എന്ന് പറയുമ്പോൾ അത് നിശബ്ദമായി അവർ അനുഭവിക്കുന്ന ഇപ്പോഴത്തെ പ്രതിസന്ധിയാണ്. പെട്രോളിനും ഡീസലിനും വില വർദ്ധിക്കുന്നു, ഓൺലൈൻ ക്ലാസ്സുകളിലൂടെ കുട്ടികൾ പഠനം നടത്തേണ്ട പശ്ചാത്തലമുണ്ടാകുന്നു. അങ്ങനെ എല്ലാ മേഖലകളിലും വിലക്കയറ്റമുണ്ട്. ലുലു പോലെയുള്ള സൂപ്പർ മാർക്കറ്റുകളിൽ പരിമിതമായി മാത്രമാണ് സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നത്. അതായത് ഒരാൾ ചെന്നാൽ ഒരു തേങ്ങ മാത്രമാണ് നൽകുന്നത് എന്നാണ് എന്നോട് സുഹൃത്തുക്കൾ പങ്കുവെക്കുന്നത്. എന്നോടൊപ്പം ശ്രീ റോജിൻ പൈനുമൂടുണ്ട്, എഴുത്തുകാരനാണ് റോജിൻ. ഒപ്പം ഓയാസിസ് പംപ്സ് ദുബായിയുടെ സെയിൽസ് മാനേജർ കൂടിയാണ് റോജിൻ. നമസ്കാരം. നമസ്കാരം രഞ്ജിത്ത്. റോജിന്, ഞാനിപ്പോൾ സംസാരിക്കുന്നത് നമ്മുടെ നാട്ടിലെ ഇപ്പോൾ പത്തച്ചിറ സെൻറ് ജോൺസ് പള്ളിയിലായാലും നമ്മുടെ തൊട്ടടുത്തുള്ള പള്ളിയിലൊക്കെ ആയാലും എല്ലാവരും വിശ്വാസികൾ പള്ളികളിൽ പോയി പ്രാർത്ഥനയും കുർബാനയും ഒക്കെ വിശുദ്ധവാരം ആചരിക്കുന്ന അതുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകളിൽ മുഴുകുന്ന സമയത്ത് നിങ്ങൾക്കൊക്കെ ഓൺലൈനായി അത് ചെയ്യേണ്ടി വരുന്നു എന്നുള്ള ഒരവസ്ഥ. ഒരുപക്ഷെ റോജിനൊക്കെ വർഷങ്ങളായി, 20 വർഷത്തിന് മുകളിലായി കാണും ദുബായിലെത്തിയിട്ട്. ആദ്യമായിരിക്കും ഇങ്ങനത്തെ ഒരു അവസ്ഥ അല്ലേ? അതെ, ഞാൻ 25 വർഷമാകുകയാണ് ഈ ദുബായിൽ എത്തിയിട്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥയെ തരണം ചെയ്യുന്നത്. അതെ, അതിനൊരു നമുക്കറിയാം, അത് നമുക്ക് ഒട്ടും ഉൾക്കൊള്ളാവുന്ന ഒന്നല്ല. വളരെ പെട്ടെന്ന് ഭാവിയിലൊക്കെ ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ ആകാമെങ്കിൽ പോലും ഈ പ്രാർത്ഥന, അതിൻ്റെ കൂട്ടായ്മ, അതൊക്കെ വളരെ പ്രധാനമാണല്ലോ. അത് പലപ്പോഴും കോവിഡ് സമയത്താണ് ആദ്യമായിട്ട് മലയാളി സമൂഹം അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമൂഹമൊക്കെ ഓൺലൈനായിട്ട് പ്രാർത്ഥനകളിൽ ഇടപെടുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നത്. രഞ്ജിത്ത്, ഞാൻ തുടക്കം തന്നെ പറയാം, നിങ്ങളുടെ വാർത്ത ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പലപ്പോഴും അത്തരത്തിലുള്ളൊരു പാനിക് സിറ്റുവേഷൻ ഇവിടെ ഉണ്ടായിട്ടില്ലെന്ന്. അതിനുള്ള ഏറ്റവും ശുഭകരമായ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാജ്യം വളരെയധികം സജ്ജമാണ്, ഏത് സാഹചര്യത്തെയും നേരിടാൻ വേണ്ടി സജ്ജമാണെന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം പകരുന്നത്. അതിന് ഒരു ഉദാഹരണം ഞാൻ നിങ്ങളുടെ മുമ്പാകെ പറയുന്നത്, അബുദാബി ആസ്ഥാനമുള്ള അക്തിയ ഗ്രൂപ്പിൻ്റെ കീഴിലുള്ള ഗ്രാൻഡ് മിൽസ് എന്നൊരു സ്ഥാപനമുണ്ട്. അവിടെയാണ് ഭക്ഷണത്തിന് വേണ്ടിയുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്നതിനാണ്. അവിടെ UAE സാമ്പത്തിക ടൂറിസം മന്ത്രി അബ്ദുള്ള ബിൻ തൗക്ക് അൽ മർറി ഒരു സന്ദർശനം നടത്തിക്കൊണ്ട് എത്രത്തോളം ഭക്ഷണ സാധനങ്ങൾ ഇവിടെ ഉണ്ട് എന്ന്. അപ്പോൾ ഒരുപക്ഷെ മനുഷ്യന്റെ ഭക്ഷണത്തെക്കുറിച്ചായിരിക്കും കൂടുതൽ വേവലാതി ഉണ്ടാകുന്നത്. അവിടെ ചെന്നപ്പോൾ മൃഗങ്ങൾക്ക് വേണ്ട തീറ്റയുടെ ഉൽപാദനവും വിതരണവും എത്രത്തോളം ഉണ്ടെന്ന് പോലും ശ്രദ്ധിച്ചു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. കാരണം യുദ്ധമുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് വിലക്കയറ്റം ഉണ്ടാകുക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയാണ്. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ. കാരണം യുദ്ധത്തിൻ്റെ ആരംഭം ഇവിടെ ഉണ്ടായപ്പോൾ തന്നെ നാട്ടിൽ വില വർദ്ധിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. ഹോട്ടലുകൾ അടച്ചിടുന്നൊരു അവസ്ഥയിലേക്കുണ്ടായി. പാചകവാതകത്തിൻ്റെ ലഭ്യത കുറഞ്ഞു എന്നുള്ളൊരു വാർത്ത ഉണ്ടായപ്പോൾ തന്നെ ഒരു പാനിക്കായിട്ടുള്ള സിറ്റുവേഷൻ ഞങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ ഉണ്ടായ നാട്ടിലാണെന്നാണ് ഞാൻ പറയുന്നത്. ഈ രാജ്യത്തിലെ ഇത്രയും നാളത്തെ സുരക്ഷാ സംവിധാനം കണ്ട ഒരു വ്യക്തി എന്ന നിലയിൽ, അതിന് സാക്ഷ്യം വഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ തുടക്കം മുതൽ തന്നെ പറയുന്ന ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഞങ്ങൾ ഈ സമയവും കടന്നു പോകും. കാരണം ഈ രാജ്യവും ഇവിടുത്തെ ഭരണാധികാരികളും ഞങ്ങൾക്കൊപ്പം മാളുകൾ അവരെത്തുന്നു. ഞങ്ങൾ ചെല്ലുന്നിടത്ത് അവരെ ഞങ്ങൾക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നു. ആരും തന്നെ അകത്തിരിക്കുന്നില്ല. അതാണ് ഞങ്ങൾക്ക് തരുന്ന ഏറ്റവും വലിയൊരു സമാധാനം. ഈ മുൻപ് അജയ് പറഞ്ഞ പോലെ തന്നെ എൻ്റെയും 2 മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂത്തയാൾ 12ാം ക്ലാസ് CBSE പരീക്ഷയിൽ 2 പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു സിറ്റുവേഷൻ ഇവിടെ സംജാതമാകുന്നത്. അതുകൊണ്ട് 3 പരീക്ഷ ആണെങ്കിൽ റദ്ദാക്കുകയും ചെയ്തു. ഗൾഫ് രാജ്യങ്ങൾ മാത്രമല്ല, ഇറാൻ അടക്കമുള്ള രാജ്യങ്ങളിലും CBSE സ്കൂളുകൾ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും അവർക്ക് വലിയ വിഷമമാണ് ഈ പരീക്ഷകൾ മാറ്റിവെക്കുന്നത്. അവരുടെ ഭാവി എന്തായിത്തീരും, പുതിയ കോഴ്സുകൾക്ക് എങ്ങനെ പോകും എന്നുള്ള കാര്യങ്ങളിലേക്കുള്ള ആശങ്കയിലാണ് ഇപ്പോഴും അവർ. ആ ഒരു റിതം അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, എൻ്റെ ഇളയ മകളെ സംബന്ധിച്ച് 10ാം ക്ലാസ്സിലേക്ക് കയറി ബ്രിഡ്ജ് ക്ലാസ്സിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ അവസരങ്ങൾ ഉണ്ടാകുന്നത്, ഈ ഒരു സംഭവങ്ങൾ ഉണ്ടാകുന്നത്. എൻ്റെ ഇളയ മകളെ സംബന്ധിച്ചാണെങ്കിൽ എല്ലാ ദിവസവും സ്കൂളിൽ പോകാൻ വേണ്ടി താല്പര്യമുള്ള ആളാണ്. വല്ലാത്തൊരു സിറ്റുവേഷനിൽ കൂടിയാണ് പോകുന്നത്. എൻ്റെ കൂട്ടുകാരെ കാണാൻ, അധ്യാപകരെ കാണാനുള്ള ആഗ്രഹം. നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റി ദുബായുടെ ഗവൺമെൻറ് കീഴിൽ പ്രവർത്തിക്കുന്ന ആ ഒരു സ്ഥാപനം കൃത്യമായ മാനദണ്ഡങ്ങളാണ് ഈ വിദ്യാഭ്യാസ മേഖലയ്ക്ക് കൊടുത്തത്. എഫക്റ്റീവ് ഡിസ്റ്റൻസ് ലേണിംഗ്, ക്വാളിറ്റി എക്സ്പെക്ടേഷൻസിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും പെട്രോളിന്
എന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു വിലയാണ് ഏപ്രിൽ ഓരോ മാസവും അതാണ് റോജ്, ഞാൻ അതിലേക്ക് വരികയായിരുന്നു. കാരണം നമുക്ക് കുട്ടികളുടെ അവിടെ നമുക്കറിയാം കരുതലുള്ള ഭരണാധികാരികളാണ്. നമ്മളൊന്നും ഒരു തരത്തിലും ആക്രമണത്തെ പേടിക്കേണ്ട സാഹചര്യമില്ല. നമ്മുടെ മലയാളികളൊക്കെ സുരക്ഷിതരാണ്. നാട്ടിലുള്ള ബന്ധുക്കളൊക്കെ ചില ആശങ്കകളൊക്കെ ഉണ്ടെങ്കിൽ പോലും അവരോടും പറയാനുള്ള കാര്യം മലയാളികൾക്ക് യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ അപ്പോഴും നിങ്ങളെപ്പോലെയുള്ള മാസവരുമാനം കൊണ്ട് ജീവിക്കുന്ന നിരവധി ആളുകൾക്ക് പ്രശ്നമാകുന്നതിൽ ഒന്ന് വിലക്കയറ്റമാണ്. നേരത്തെ പറഞ്ഞതുപോലെ തേങ്ങയുടെ അടക്കം വില വർദ്ധിക്കുന്നു. ചില സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ സാധനങ്ങൾ കൊടുക്കുന്നതിൽ ചില പരിമിതികൾ ഉണ്ടാകുന്ന പശ്ചാത്തലമുണ്ട്. എങ്കിലും ഒരു പാനിക് ബൈയിങ് ഒന്നുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഈ വിലക്കയറ്റം അത് 5-6 മടങ്ങ് വർദ്ധിക്കുമ്പോൾ നിങ്ങളുടെ മാസ ബജറ്റിനെ താളം തെറ്റിക്കുന്നൊരു സ്വഭാവം കൂടി ഉണ്ടല്ലോ അതിന്. ആ രീതിയിൽ ഉണ്ടാകും എങ്കിൽ തന്നെയും സുരക്ഷിതമായ കാര്യങ്ങളിലാണ് അവർ മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വെല്ലുവിളികൾ ഞാൻ മനസ്സിലായി. വെല്ലുവിളികൾ തീർച്ചയായിട്ടും വളർച്ചയ്ക്കും അതുപോലെ തന്നെ അവസരങ്ങൾക്കും ഉണ്ടാക്കാൻ വേണ്ടി അവസരങ്ങൾ പോലും സൃഷ്ടിക്കാൻ വേണ്ടി അവസരത്തിലേക്കാണ് ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു പക്ഷേ ആളുകൾക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് അവിടെവിടങ്ങളിലായിട്ടൊക്കെ ലോങ് ലീവിന് പോകേണ്ടതോ അല്ലെങ്കിൽ ഈ ജോലി നഷ്ടപ്പെടുന്നതൊക്കെ ഒരു കാരണങ്ങളിലേക്കൊക്കെ വരും. കാരണം ബിസിനസ് കുറയുമ്പോൾ തീർച്ചയായിട്ടും ഇതിനെല്ലാം ബാധിക്കുമല്ലോ. പക്ഷെ ഞാനൊരു ശുഭാപ്തി വിശ്വാസക്കാരനായതുകൊണ്ട് ഞാൻ പറയുന്നു, ഈ യുദ്ധം അധികം നാൾ നീണ്ടു പോകത്തില്ല. പ്രത്യേകിച്ച് ഇന്ന് വലിയ വെള്ളിയാഴ്ച അല്ലെങ്കിൽ ദുഃഖ വെള്ളിയാഴ്ച ലോകം മുഴുവൻ ക്രൈസ്തവർ ആചരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന് ഇംഗ്ലീഷിൽ പറയുന്നത് ഗുഡ് ഫ്രൈഡേ എന്നാണ്. ഒരു പക്ഷേ അടുത്ത വെള്ളിയാഴ്ച ആകുമ്പോഴത്തേന് സമാധാനത്തിന്റെ പുലരിയായിരിക്കും ഈ നാട്ടിൽ ഉണ്ടാകുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനകളാണ് ഈ പ്രവാസി സമൂഹം. ഏകദേശം 43 ലക്ഷം ആളുകളാണ്, 43 ലക്ഷം ഇന്ത്യക്കാരാണ് ഈ ഗൾഫ് മേഖലയിൽ മാത്രമുള്ളത്. അതിലേറെയും ഉള്ളത് UAE-യിലും സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളാണ് ഏറെയും ഉള്ളത്. അതിനകത്തേറിയ പങ്കും മലയാളികളാണ്. അപ്പം തീർച്ചയായിട്ടും മലയാളികൾക്കിടയിൽ, നമ്മുടെ ബന്ധുക്കളുടെ ഇടയിൽ, നമ്മുടെ നാട്ടുകാർക്കിടയിൽ ഒരു ഭയങ്കരമായ ഒരു ഉദ്വേഗം ഉണ്ടാകും. എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന്. ഒരു പ്രവാസി എന്ന നിലയിൽ ഏകദേശം 1/4 നൂറ്റാണ്ടോളം ഇവിടെ ആയിരിക്കുന്ന ഒരു പ്രവാസി എന്ന നിലയിൽ ഈ രാജ്യമൊരുക്കുന്ന സുരക്ഷയിൽ ഏറ്റവും സന്തുഷ്ടവാനാണ് ഞാൻ എന്ന് ഒരിക്കൽ കൂടി അടിവരയിട്ട് പറയുന്നു. ഒരിക്കലും ഞങ്ങൾക്ക് ആർക്കും തന്നെ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുവാൻ ആ രാജ്യം ഒരിക്കലും അതിന് കൂട്ടു നിൽക്കുകയില്ല എന്നുള്ള ഏറ്റവും വലിയ പ്രതീക്ഷയാണ് ഞങ്ങളെ ഇന്നും ഈ നാട്ടിൽ നിലനിർത്തുന്നതെന്ന് ഒരിക്കൽ കൂടി അടിവരയിട്ട് പറയാൻ വേണ്ടി ഞാൻ ഈ അവസരത്തെ വിനിയോഗിക്കുകയാണ്. ശരി, നന്ദി റോജിൻ. താങ്കളുടെ വിലയേറിയ പ്രതികരണത്തിന്. പ്രതിസന്ധി അതിജീവിച്ച് മുന്നോട്ട് പോകുമെന്നുള്ള ആത്മവിശ്വാസമാണ് റോജിൻ അടക്കമുള്ള മലയാളികൾ പങ്കുവെക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ആ രാജ്യം അവരെ ചേർത്ത് പിടിക്കുന്നുണ്ട്, കരുതലുണ്ട്, ഭരണാധികാരികളുടെ കൂട്ടുണ്ട്. ഒരുമിച്ച് നിന്ന് ഈ പ്രതിസന്ധികൾക്ക് വിരാമം സൃഷ്ടിക്കുമെന്ന് തന്നെയാണ് അവിടുത്തെ മലയാളികൾ ആത്മവിശ്വാസത്തോടെ പറയുന്നത്. കാരണം എല്ലാത്തിനോടും പടപൊരുതി ആ രാജ്യത്തിൻ്റെ ഉയർച്ചയ്ക്കും നമ്മുടെ നാടിൻ്റെ ഉയർച്ചയ്ക്കും പടപൊരുന്ന ആളുകൾ തന്നെയാണ് പ്രവാസികൾ എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ അവർ ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുകയാണ്. നന്ദി റോജിൻ. മറ്റു വാർത്ത, ബഹ്റിനിലെ ആമസോൺ സെന്റർ ആക്രമിച്ചുവെന്ന് ഇറാൻ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. US പോർ വിമാനം തകർത്തുവെന്നും അവകാശവാദമുണ്ട്. ശിലായുഗത്തിലേക്ക് തിരിച്ചയക്കുമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് പിന്നാലെയാണ് ഈ ആക്രമണം കടുപ്പിക്കുന്നത്. ആമസോണിന്റെ കെട്ടിടം ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ ആക്രമിച്ചു എന്നുള്ള അവകാശവാദം അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആമസോണിന്റെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സെന്ററിന് നേരെയാണ് ആക്രമണം ഉണ്ടായെന്ന് ഇറാൻ വാർത്താ ഏജൻസിയായ ഇർന റിപ്പോർട്ട് ചെയ്തു. നേരത്തെ ജോർദാനിലെ സൈനിക താവളത്തിൽ വെച്ച് US-ന്റെ യുദ്ധവിമാനം ആക്രമിച്ചുവെന്നും ഇറാൻ അവകാശപ്പെട്ടിരുന്നു. അൽ അസ്റാഖ് സൈനിക താവളത്തിലെ വിമാനത്തിന് നേരെയാണ് ഡ്രോൺ ആക്രമണം നടത്തിയെന്ന് ഇറാന്റെ വാർത്താ ഏജൻസിയായ മെഹർ റിപ്പോർട്ട് ചെയ്തു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അമേരിക്കൻ ജനതയോട് ഇറാൻ ശത്രുത പുലർത്തുന്നില്ലെന്ന് പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ അഭിപ്രായപ്പെട്ടിരിക്കുകയാണ്. അമേരിക്കൻ ജനതയെ അഭിസംബോധന ചെയ്ത് എഴുതിയ കത്തിലാണ് അദ്ദേഹം ഈ നിലപാട് വ്യക്തമാക്കിയത്. ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങളെയും വ്യവസായ സ്ഥാപനങ്ങളെയും ലക്ഷ്യമിട്ട് അമേരിക്ക നടത്തുന്ന വ്യോമാക്രമണങ്ങൾ യഥാർത്ഥത്തിൽ ഇറാൻ ജനതയെ ബാധിക്കുന്നതാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇത്തരം ആക്രമണങ്ങൾ അതിർത്തികൾക്കപ്പുറം വ്യാപക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാനിടയുണ്ടെന്നും മുന്നറിയിപ്പ് നൽകുകയാണ്. ഈ യുദ്ധത്തിലൂടെ അമേരിക്കൻ ജനതയ്ക്ക് അവരുടെ എന്ത് താല്പര്യങ്ങളാണ് സംരക്ഷിക്കപ്പെടുന്നത്? ഇറാൻ ഒരു തരത്തിലും ആർക്കും ഭീഷണിയായിട്ടില്ല. ചരിത്രപരമായും യാഥാർത്ഥ്യമായുമുള്ള വസ്തുതകൾ തന്നെയാണ് ഇത്. ട്രംപിന്റെ അമേരിക്ക ആദ്യമെന്ന സിദ്ധാന്തത്തെ ഇറാൻ പ്രസിഡന്റ് രൂക്ഷമായി വിമർശിക്കുന്നു. ഒപ്പം ഒരു യുദ്ധത്തിനും ഇറാൻ തുടക്കം കുറിച്ചിട്ടില്ല എന്നും പെസഷ്കിയാൻ പറയുന്നത് വളരെ പ്രധാനമാണ്. അതായത് അമേരിക്കൻ ജനതയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അമേരിക്കൻ ജനതയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇറാൻ പ്രസിഡന്റിന്റെ ഈ പ്രഖ്യാപനം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. നമുക്ക് ഹോർമുസിലേക്ക് തന്നെ മടങ്ങി വരണം. ഹോർമുസിൽ ഇന്ത്യക്ക് ആശ്വാസകരമായി ഇറാൻ്റെ ഒരു ട്വീറ്റ് വന്നിരിക്കുകയാണ്. അതായത് ഹോർമുസിലെ ഇന്ത്യൻ സുഹൃത്തുക്കൾ സുരക്ഷിത കരങ്ങളിലാണ്, ഭയക്കേണ്ട കാര്യമില്ല.
നമുക്കറിയാം ഹോർമുസിൽ 20ഓളം നമ്മുടെ കപ്പലുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അതിൽ 400-500ഓളം നാവികർ ആ കപ്പലുകളുടെ ഭാഗമായുണ്ട്. ഇവരൊക്കെ സുരക്ഷിതരാണ് എന്നും ഞങ്ങൾ മറ്റ് രാജ്യങ്ങളെ കാണുന്നത് പോലെ അല്ല ഇന്ത്യയെ കാണുന്നത് എന്നും വ്യക്തമാക്കുകയാണ് ഇറാൻ എംബസി. ഇറാനും ഒമാനും മാത്രമാണ് ഹോർമുസ് കടലിടുക്കിൻ്റെ ഭാവി തീരുമാനിക്കുന്നതെന്നും ട്വീറ്റിൽ പറയുകയാണ്. അജയ്, നമുക്കറിയാം വളരെ കുറച്ച് കപ്പലുകൾക്ക് മാത്രമാണ് ഈ ആക്രമണം നടത്തിയതിനു ശേഷം ഹോർമുസ് കടക്കാൻ സാധിച്ചത്. ഇന്ത്യയുടെ 5ഓളം കപ്പലുകൾ ഇതിനകം രാജ്യത്തെത്തിക്കഴിഞ്ഞു. പക്ഷെ അപ്പോഴും 20ഓളം കപ്പലുകൾക്ക് അനുമതി കിട്ടിയിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് നമ്മുടെ നാവികർ സുരക്ഷിതരാണ് എന്ന് ഇറാൻ വ്യക്തമാക്കുന്നത്. ഈ ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള യാത്ര അത് പല രാജ്യങ്ങൾക്കും വളരെ കടുത്ത പ്രതിസന്ധി തന്നെയാണ്. പ്രത്യേകിച്ച് ഇന്ത്യയുടെ നിലവിൽ ഏതാണ്ട് 20ഓളം കപ്പലുകൾ മേഖലയിലുണ്ട്. ഒരു 18 കപ്പലുകൾക്ക് കൂടി ഹോർമുസ് കടലിടുക്ക് വഴി യാത്ര ചെയ്യാനുള്ള അനുമതി കേന്ദ്ര സർക്കാർ ഇറാനോട് തേടുന്നുണ്ട്. എന്നാൽ നിലവിൽ അക്കാര്യത്തിൽ അവരുടെ ഭാഗത്തു നിന്ന് ഒരു അനുകൂല പ്രതികരണം ഉണ്ടായിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഏതാണ്ട് ഒരു 34 പാകിസ്ഥാൻ കപ്പലുകൾക്ക് ഈ ഹോർമുസ് വഴി കടന്നു പോകാനുള്ള അനുമതി ലഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളുണ്ട്. അതേസമയം റഷ്യയുടെ ഭാഗത്ത് നിന്ന് നിലവിലൊരു പ്രസ്താവന വരുന്നുണ്ട്. അതായത് ഹോർമുസ് കടലിടുക്കിൽ തങ്ങൾക്ക് യാതൊരുവിധ വിലക്കുമില്ല, തങ്ങളുടെ കപ്പലുകൾ ഹോർമുസ് കടലിടുക്ക് വഴി വളരെ സുഗമമായി തന്നെ കടന്നു വരുന്നു എന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഒരു ഉപദേഷ്ടാവ് അദ്ദേഹം ഒരു പ്രസ്താവനയായി അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ ഇറാൻ തന്നെ നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ് തങ്ങളുടെ സുഹൃത്ത് രാജ്യങ്ങൾക്ക് ഹോർമുസ് കടലിടുക്ക് വഴി മറ്റൊന്നും ഭയക്കാതെ തന്നെ യാത്ര ചെയ്യാം, ഇവിടെ എല്ലാ രാജ്യങ്ങൾക്കുമായി തുറന്നു കൊടുത്തിട്ടുണ്ടെന്നുള്ളത്. പക്ഷേ ഒരു യാഥാർത്ഥ്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഹോർമുസ് കടലിടുക്കിൽ അമേരിക്കയുടെയും അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ നീക്കങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടി ഇറാൻ നിരവധി മൈനുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. മാത്രമല്ല അവരുടെ മിസൈൽ ആക്രമണവും മേഖലയിൽ വളരെ കടുത്ത രീതിയിലുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ സുഹൃത്ത് രാജ്യങ്ങളുടെ കപ്പലുകൾക്കാണെങ്കിലും മേഖലയിലൂടെ ഇറാന്റെ അനുമതിയില്ലാതെ യാത്ര ചെയ്യുകയാണെങ്കിൽ അത് ഒരു അപകടം പിടിച്ച നീക്കമാണ്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ഇന്ത്യൻ കപ്പലുകളെ മേഖലയിലൂടെ യാത്ര ചെയ്യാൻ വേണ്ടി ഇന്ത്യ അനുമതി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാൻ ഇന്ത്യൻ കപ്പലുകൾ സുരക്ഷിതമാണ് എന്ന് പറയുമെങ്കിലും നമ്മുടെ സൈനികരുടെ ജീവൻ അതുപോലെ തന്നെ അവരുടെ ഒരു സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഉത്തരവാദിത്തമാണ്. ഇപ്പോൾ ബ്രിട്ടന്റെ നേതൃത്വത്തിൽ ചേർന്ന ഓൺലൈൻ യോഗത്തിലാണെങ്കിലും വിക്രം മിശ്രി വ്യക്തമാക്കിയ കാര്യം ഹോർമുസ് കടലിടുക്കിൽ നാവികരെ നഷ്ടമായത് ഇന്ത്യക്ക് മാത്രമാണെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. നേരത്തെ 2 സ്വകാര്യ വെസലുകൾ ഹോർമുസ് കടലിടുക്കിൽ ആക്രമണത്തിന് വിധേയമായപ്പോൾ അതിലൂടെ 3 ഇന്ത്യൻ സൈനികരുടെ ജീവൻ നഷ്ടമായതൊക്കെ നമ്മൾ നേരത്തെ വാർത്തകൾ കൊടുത്തിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഈയൊരു കാര്യത്തിലുള്ള ഇന്ത്യയുടെ ആശങ്ക കൂടി നിലവിലുള്ള യോഗത്തിൽ വിക്രം മിശ്രി കൂട്ടിച്ചേർത്തിട്ടുമുണ്ട്. തീർച്ചയായും ശരി അജയ് സുധാ ബിജു, വിശദമായ വിലയിരുത്തൽ. ഇതിനിടയിൽ ഡൊണാൾഡ് ട്രംപിന്റെ പുതിയൊരു പദ്ധതി കൂടി പുറത്തു വരികയാണ്. ഇറാന്റെ യുറേനിയം പിടിച്ചെടുക്കാനുള്ള പദ്ധതി അത് അമേരിക്ക തയ്യാറാക്കി വരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന മറ്റൊരു വിവരം. US സൈന്യം ഇതുമായി ബന്ധപ്പെട്ട പരിപാടികളിലേക്ക് കടക്കുകയാണ് എന്നാണ് ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആയിരക്കണക്കിന് US സൈനികരെ ഇറാനിൽ വിന്യസിച്ചുകൊണ്ടാകും ഈ പദ്ധതി നടപ്പാക്കാൻ US ശ്രമിക്കുക എന്നതാണ് വിവരം. മുൻപ് നടപ്പിലാക്കിയിട്ടില്ലാത്ത വിധം സങ്കീർണമാണ് ഈ പദ്ധതി എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. ഇസ്ഫഹാൻ, നദാൻസ് പോലെയുള്ള ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കുള്ളിൽ സംഭരിച്ചിരിക്കുന്ന യുറേനിയം പിടിച്ചെടുക്കാനാണ് പദ്ധതി. നേരത്തെ വ്യോമാക്രമണങ്ങളിൽ ഈ കേന്ദ്രങ്ങളിൽ തകർന്നടിഞ്ഞിരുന്നു. ഈ അവശിഷ്ടങ്ങളുടെ ഇടയിൽ യുറേനിയം ഉണ്ടാകാം എന്നുള്ള വിശ്വാസത്തിലാണ് ഇപ്പോൾ അമേരിക്കയുള്ളത്. അത് വീണ്ടെടുക്കുക എന്നതാണ് ലക്ഷ്യം. അതായത് ഏകദേശം 454 കിലോഗ്രാമിലധികം യുറേനിയം ഇറാനിൽ സമ്പുഷ്ടീകരിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് അമേരിക്ക മനസ്സിലാക്കിയിരിക്കുന്നത്. അവിടെ ആ പ്രദേശങ്ങളിൽ കരയുദ്ധം നടത്തുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ പ്രദേശങ്ങളിൽ കടന്നു കയറി ഈ യുറേനിയം കൈക്കലാക്കുക എന്നുള്ള ഏറ്റവും അപകടകരമായ ഒരു പദ്ധതി കൂടി അമേരിക്ക സജ്ജമാക്കുന്നു എന്നുള്ള വിവരമാണ് വാഷിംഗ്ടൺ പോസ്റ്റ് മുന്നോട്ട് വെക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വിവരം അമേരിക്കയ്ക്ക് ചങ്കിടിപ്പ് നൽകുന്ന ഒരു വിവരമാണ്. അതായത് അമേരിക്കൻ സൈനികർ പൂർണ്ണമായും മാനസിക വിഷമത്തിലാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. കാരണം വളരെ പെട്ടെന്നാണ് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത്. സൈനികരോടൊക്കെ പശ്ചിമേഷ്യയിലേക്ക് നീങ്ങാൻ പ്രസിഡന്റ് അടക്കം അഭ്യർത്ഥിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ ഉത്തരവ് നൽകുന്ന പശ്ചാത്തലമുണ്ട്. പക്ഷേ ഇവരുടെ ഈ രഹസ്യങ്ങൾ നിശാ ക്ലബ്ബുകൾ വഴി പുറത്താകുന്നതായാണ് റിപ്പോർട്ടുകൾ. സാൻഡിഗോയിലുള്ള സ്ട്രിപ്പ് ക്ലബ്ബുകളിലെത്തുന്ന യുവ സൈനികർ തങ്ങളുടെ വരാനിരിക്കുന്ന വിന്യാസത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അശ്രദ്ധമായി വെളിപ്പെടുത്തുന്നു. സാൻഡിഗോ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ചാം ഡെയ്സ് എന്ന നർത്തകിയാണ് സമൂഹ മാധ്യമത്തിലൂടെ ഈ വിവരങ്ങൾ പങ്കുവച്ചത്. സൈനിക താവളങ്ങൾക്ക് സമീപമുള്ള ബാറുകളിലും ക്ലബ്ബുകളിലും എത്തുന്ന സൈനികർ പെരുമാറ്റത്തിൽ സമീപകാലത്തുണ്ടായ മാറ്റങ്ങൾ അവർ ചൂണ്ടിക്കാട്ടുകയാണ്. അവർ വലിയ തോതിൽ പണം ചിലവഴിക്കുന്നു, കൂടുതൽ മദ്യം കഴിക്കുന്നു, മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നു, വലിയ ആഘോഷങ്ങൾ നടത്തുന്നു. കാരണം ഇതൊക്കെ അവരുടെ മാനസിക വിഷമത്തിലാണ് എന്നാണ് ഈ നർത്തകി പറയുന്നത്.
ഇവരോട് സംസാരിക്കുമ്പോൾ അടുത്ത ആഴ്ച ഞങ്ങൾ യുദ്ധത്തിനായി പോവുകയാണ് എന്ന് വെളിപ്പെടുത്തുകയാണ് എന്ന് ചാംഡേഴ്സ് പറയുന്നു. അതിനു മുൻപുള്ള ഭയവും വിഷാദവും ഒക്കെ വല്ലാതെ ഇവരെ ബാധിച്ചിരിക്കുന്നു. ഇതൊക്കെ മറികടക്കാനാണ് ഇവർ കൂടുതലായി ഇപ്പോൾ ക്ലബ്ബുകളെ ആശ്രയിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. പക്ഷേ ഇത് അമേരിക്ക വലിയ ഗൗരവമായി എടുത്ത പശ്ചാത്തലമുണ്ട്. മിലിറ്ററി സെക്യൂരിറ്റിയുടെ ലംഘനമാണ് എന്ന് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് ഇനിയും ഒരു തരത്തിലുമുള്ള വെളിപ്പെടുത്തലുകൾ സൈനികരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകരുത് എന്ന് സൈന്യത്തിൻ്റെ മേധാവികൾ ഇപ്പോൾ വളരെ കൃത്യമായി തന്നെ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുന്ന പശ്ചാത്തലമുണ്ട്. അത് വലിയ നടപടികൾക്ക് നിങ്ങളെ വിധേയരാക്കുമെന്നാണ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുന്നത്. ഏതായാലും അമേരിക്കൻ സൈന്യം വിഷാദത്തിലും മറ്റുമാണ് എന്നുള്ള വിവരം ആ രാജ്യത്തെ ചില്ലറയൊന്നുമല്ല ആശങ്കപ്പെടുന്നത്. അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഒപ്പം ചൈനയും ലോകത്തെ വെല്ലുവിളിക്കാൻ ഉള്ള നീക്കത്തിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രഹരശേഷി കൂടിയ ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ചൈന രഹസ്യ നീക്കം നടത്തുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. ഇപ്പോഴുള്ള ആണവ പദ്ധതികൾ വിപുലീകരിച്ച് എണ്ണത്തിലും പ്രഹരശേഷിയിലും വൻ മുന്നേറ്റം നടത്തുകയാണ് ചൈനയുടെ ലക്ഷ്യമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. ഇന്ത്യക്ക് കൂടി ഭീഷണിയാകുന്ന വിധത്തിലാണ് ഈ തരത്തിലുള്ള നീക്കങ്ങൾ എന്ന് മനസ്സിലാക്കുന്നു. സിച്ചുവാൻ പ്രവിശ്യ ചൈനയിലെ വളരെ പ്രധാനപ്പെട്ട ഗ്രാമീണ മേഖലയാണ്. ഇവിടുത്തെ ഗ്രാമങ്ങൾ പൂർണ്ണമായും ഇപ്പോൾ ചൈന ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ വൻ സജ്ജീകരണങ്ങൾ നടത്തുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഈ ഉപഗ്രഹ ചിത്രങ്ങളിലൂടെ ചൈനയുടെയും US-ന്റെയും സൈനിക രേഖകളും വിശദമായി പരിശോധിച്ച് അമേരിക്ക നേടിയെടുത്ത വിവരങ്ങളാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് ഈ ആണവ മുന്നേറ്റത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇത്തരമൊരു സംഗതി ഇല്ല എന്നാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം മറുപടി പറയുന്നത് എങ്കിൽ പോലും ചൈനയുടെ ഇത്തരം പദ്ധതികളെക്കുറിച്ച് വളരെ വ്യക്തമായ വിവരങ്ങൾ അമേരിക്കയ്ക്കുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അടുത്ത ആഴ്ചയോടുകൂടി ട്രംപ് ഒരുപക്ഷെ ചൈനയിൽ എത്തിയേക്കാം എന്നാണ് മനസ്സിലാക്കേണ്ടത്. നേരത്തെ നടത്താനുള്ള സന്ദർശനമായിരുന്നു. യുദ്ധം കാരണം അത് മാറ്റിവെക്കുകയാണ് ചെയ്തത്. നമുക്കറിയാം, ലോകത്തെ ഏറ്റവും കൂടുതൽ ആണവായുധങ്ങൾ നിർമ്മിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ചൈന. നിലവിൽ തന്നെ 600-ലധികം ആണവായുധങ്ങൾ ചൈനയുടെ പക്കലുണ്ട് എന്നാണ് കണക്ക്. എന്നാൽ അമേരിക്കയുടെയും റഷ്യയുടെയും പക്കൽ ചൈനയിലേക്കാൾ 4 ഇരട്ടിലധികം ആയുധങ്ങൾ ഉണ്ട്. അതിലേക്ക് എത്തുക എന്ന ലക്ഷ്യം കൂടി ചൈനയ്ക്കുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിനെ പരിഹസിച്ച് ട്രംപ് രംഗത്ത് വന്നതും ലോകത്ത് വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. അതായത് യുദ്ധത്തിൽ നമുക്കറിയാം ആദ്യം പിന്തുണ ഉണ്ടാവില്ല എന്ന് പ്രഖ്യാപിച്ച രാജ്യം കൂടിയാണ് ഫ്രാൻസും ഒപ്പം ഇമാനുവൽ മാക്രോണും. ഫ്രഞ്ച് പ്രസിഡന്റിന്റെ ഈ പ്രവൃത്തി ട്രംപിനെ ചില്ലറയൊന്നുമല്ല ചൊടിപ്പിച്ചിരിക്കുന്നത്. ഇതിനായി മാക്രോണിനെയും ഭാര്യ ബ്രിജിറ്റ് മാക്രോണിനെയും ട്രംപ് പരിഹസിക്കുകയാണ്. ഞാൻ ഫ്രാൻസുമായി ബന്ധപ്പെട്ടു, മാക്രോണിന്റെ ഭാര്യ അദ്ദേഹത്തെ വളരെ മോശമായി പരിഗണിക്കുന്നു എന്നൊക്കെയാണ് ട്രംപ് പറയുന്നത്. ട്രംപിന്റെ മറ്റൊരു വിഡ്ഢിത്തരം എന്ന് വേണം ഇതിനെ വിശേഷിപ്പിക്കാം. താടിയിൽ തട്ടുകിട്ടിയത് സുഖപ്പെട്ടു വരുന്നതേ ഉള്ളൂ എന്ന തരത്തിലൊക്കെയുള്ള പരാമർശങ്ങൾ ട്രംപിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഒരു വീഡിയോ ഇതുമായി ബന്ധപ്പെട്ട് ട്രംപ് ഇറക്കുകയും ചെയ്തു. ഈ വീഡിയോയിൽ ബ്രിജിറ്റ് മാക്രോൺ വിയറ്റ്നാം സന്ദർശനത്തിനിടെ ഫ്രഞ്ച് പ്രസിഡന്റിന്റെ മുഖത്ത് തട്ടുന്നതായി കാണാമായിരുന്നു. പക്ഷേ ഇതൊരു തെറ്റായ പ്രചാരണമാണെന്ന് മറ്റും മാക്രോൺ പിന്നീട് ചൂണ്ടിക്കാട്ടുന്നു. പക്ഷേ ഇത് പറഞ്ഞുകൊണ്ട് ട്രംപ് ഈ മാക്രോണും ഭാര്യയും തമ്മിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് ചിത്രീകരിക്കുകയാണ് ട്രംപ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം നമുക്കറിയാം, നാറ്റോ രാജ്യങ്ങളുമായി ട്രംപ് ഇപ്പോൾ വലിയ കലിപ്പിലാണ്. നാറ്റോയുടെ പിന്തുണ ഈ ആക്രമണത്തിൽ ട്രംപിനില്ല. ഫ്രാൻസ് വളരെ പ്രധാനമായും ആദ്യം തന്നെ ട്രംപിനെതിരെ രംഗത്ത് വന്ന ഒരു രാജ്യമാണ്. ഇതൊക്കെയാണ് ട്രംപിനെ വല്ലാതെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. മറ്റൊരു വാർത്തയിലേക്ക് പോകണം. പാകിസ്ഥാനെ കടലിലൂടെ ആക്രമിക്കാൻ ഇന്ത്യ സജ്ജമായിരുന്നുവെന്ന് നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി. കടലിലൂടെ ആക്രമിക്കാൻ ഞങ്ങൾ മിനിറ്റുകൾ മാത്രം അകലെയായിരുന്നു. ആ സമയത്താണ് സൈനിക നടപടികൾ നിർത്താൻ അവർ അഭ്യർത്ഥിച്ചതെന്നും ദിനേശ് കെ ത്രിപാഠി വെളിപ്പെടുത്തി. ഇതിപ്പോൾ ഒരു രഹസ്യമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. യുദ്ധകാലയളവിലുടനീളം നാവികസേന അതീവ ആക്രമണോത്സുകമായ നിലപാടാണ് സ്വീകരിച്ചതെന്നും ദിനേശ് കെ ത്രിപാഠി പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ സമയത്തെ നാവികസേനയുടെ പ്രകടനം രാജ്യത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു. ഒപ്പം പ്രധാനമന്ത്രിക്ക് മുന്നിൽ തങ്ങളുടെ സൈനിക അഭ്യാസം അത് പ്രകടിപ്പിക്കാനുള്ള അവസരവും ഞങ്ങൾക്ക് കിട്ടി എന്നും നാവികസേനാ മേധാവി പറയുന്ന പശ്ചാത്തലം ഏറെ പ്രാധാന്യമുള്ള ഒന്നായി മാറും. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളുമായി തിരിച്ചെത്താം. മലയാളി ക്രിക്കറ്റ് താരം സഞ്ജു സാംസണൊപ്പം ഉള്ള ചിത്രങ്ങൾ പങ്കുവച്ച് റാപ്പർ വേടൻ സഞ്ജുവിൻ്റെ ഓട്ടോഗ്രാഫ് വാങ്ങുന്ന വീഡിയോയും വേടൻ പങ്കുവച്ചു. ആട്ടം ഇനിമേതാൻ ആരംഭം എന്ന അടിക്കുറിപ്പോടെയാണ് വേടൻ തൻ്റെ പോസ്റ്റ് പങ്കുവച്ചത്. ഒരുപാട് സ്നേഹം പ്രിയപ്പെട്ട വേടൻ എന്ന് പറഞ്ഞ് തൊപ്പിയിൽ സഞ്ജു കുറിച്ച് സമ്മാനവും വേടൻ നൽകി.
ചെന്നൈയിൽ വെച്ചായിരുന്നു ഇരുവരുടെയും കൂടിക്കാഴ്ച. സഞ്ജുവിനെയും വേടനെയും ഒന്നിച്ചു കണ്ട ആരാധകരും ആവേശത്തിലാണ്. കേരളത്തിന്റെ 2 മുത്തുമണികളെന്നാണ് പലരും ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. സെലിബ്രിറ്റികളടക്കം നിരവധി പേർ വീഡിയോയ്ക്ക് ലൈക്കും കമന്റും ചെയ്തു. IPL-ൽ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി കളിച്ച സഞ്ജു ഈ സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടിയാണ് കളിക്കുന്നത്. ആദ്യ മത്സരത്തിൽ നിരാശപ്പെടുത്തിയെങ്കിലും ഇന്ന് സഞ്ജുവിന്റെ പോരാട്ടമുണ്ട്. അവിടെ സഞ്ജു തകർപ്പൻ പ്രകടനം നടത്തി തിരിച്ചു വരുമെന്ന് കാത്തിരിക്കുകയാണ് ആരാധകർ. അതിനിടയിലാണ് വേടൻ സഞ്ജുവിനെ കണ്ട് ആശംസകൾ നേർന്നത്. വിശ്വവിഖ്യാത ചിത്രകാരൻ രാജാ രവിവർമ്മയുടെ യശോദയും കൃഷ്ണനും എന്ന എണ്ണഛായ ചിത്രം റെക്കോർഡ് തുകയിൽ ലേലത്തിൽ പോയി. 167.2 കോടി രൂപയ്ക്കാണ്, ഏകദേശം $18 മില്യൺ ചിത്രം വ്യവസായിയും സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ സ്ഥാപകനുമായ ശതകോടീശ്വരൻ സൈറസ് പൂനാവാല വാങ്ങിയത്. ബുധനാഴ്ച മുംബൈയിൽ നടന്ന സാഫ്രോൺ ആർട്ടിന്റെ സ്പ്രിംഗ് ലൈവ് ഓപ്ഷനിലാണ് ചിത്രം ലേലത്തിന് വെച്ചത്. ഇതിനു മുൻപ് ഡൽഹിയിലെ ഒരു സ്വകാര്യ ശേഖരത്തിന്റെ ഭാഗമായിരുന്നു ഈ ചിത്രം. വാർത്താ ഏജൻസിയായ PTIയുടെ റിപ്പോർട്ട് പ്രകാരം ചിത്രത്തിന് 80 കോടി മുതൽ 120 കോടി രൂപ വരെ വില ലഭിക്കുമെന്നാണ് കണക്കാക്കിയിരുന്നത്. പക്ഷേ ലേലത്തിനൊടുവിൽ 167 കോടി, ഏതാണ്ട് 40 കോടിയോളം രൂപ വർദ്ധിച്ച് സൈറസ് പൂനാവാല ചിത്രം സ്വന്തമാക്കുന്ന പശ്ചാത്തലം ഉണ്ടാവുകയായിരുന്നു. ഇതോടെ കഴിഞ്ഞ വർഷം 118 കോടി രൂപയ്ക്ക് വിറ്റുപോയ MF ഹുസൈൻ്റെ അൺടൈറ്റിൽ എന്ന ചിത്രത്തിന്റെ റെക്കോർഡ് ഈ ചിത്രം മറികടന്നു. നമുക്കറിയാം, ഇത് 1890-കളിലാണ് രാജാ രവിവർമ്മ യശോദയും കൃഷ്ണനും എന്ന ചിത്രം വരച്ചത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച ചിത്രങ്ങളൊന്നായിട്ടാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. യശോദ പശുവിനെ കറക്കുമ്പോൾ കുട്ടിയായ കൃഷ്ണൻ പിന്നിൽ നിന്ന് പാത്രം നീട്ടുന്നതാണ് ചിത്രത്തിൻ്റെ പ്രമേയം. കഴിഞ്ഞ ദിവസമാണ് ആർട്ടിമിസ് ചന്ദ്രനിലേക്ക് അമ്പിളിക്കുമ്പിളിലേക്ക് കുതിച്ചത്. ചന്ദ്രയാത്രകൾ പലരും നടത്തിയിട്ടുണ്ടെങ്കിലും അതിലെല്ലാം പോയത് പുരുഷന്മാരാണ്. ഇപ്പോഴിതാ ആദ്യമായി ഈ പോയ യാത്രാ സംഘത്തിൽ ഒരു വനിതയുണ്ട്. ആർട്ടിമിസ് 2-ന്റെ ദൗത്യത്തിലൂടെ ശ്രദ്ധേയായ അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരിയും എഞ്ചിനീയറുമായ ക്രിസ്റ്റീന അങ്ങനെ ഒരു വലിയ റെക്കോർഡ്, വലിയൊരു ചരിത്രം സൃഷ്ടിക്കുകയാണ്. നോർത്ത് കരോലിന സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലും ഭൗതിക ശാസ്ത്രത്തിലും ബിരുദം നേടിയ ക്രിസ്റ്റീന ബിരുദാനന്തര ബിരുദത്തിന് ശേഷം അന്റാർട്ടിക്ക, ഗ്രീൻലൻഡ് തുടങ്ങിയ ദുർഘട പ്രദേശങ്ങളിൽ ശാസ്ത്രീയ ഗവേഷണങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ആളാണ്. പിന്നീടാണ് നാസയിൽ ചേരുകയും മറ്റും ചെയ്തത്. 2013 ബഹിരാകാശ സഞ്ചാരിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. 2019 ബഹിരാകാശത്തെത്തി. അവിടെ തുടർച്ചയായി 328 ദിവസമാണ് ക്രിസ്റ്റീന തങ്ങിയത്. ഇപ്പോൾ 6 തവണ ബഹിരാകാശ നടത്തം ചെയ്ത ഒരാൾ കൂടിയാണ് ക്രിസ്റ്റീന എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. 42 മണിക്കൂറിലധികം സമയം നിലയത്തിന് പുറത്ത് അറ്റകുറ്റപ്പണികൾക്കായി ചിലവഴിച്ചു. 2019 ഒക്ടോബർ 18 ജസീക്ക മേയറിനൊപ്പം വനിതകൾ മാത്രമുള്ള ആദ്യ ബഹിരാകാശ നടത്തവും ക്രിസ്റ്റീന പൂർത്തിയാക്കി. അങ്ങനെ ക്രിസ്റ്റീന വനിതകൾക്ക്, പ്രത്യേകിച്ച് വലിയ വലിയ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്ന സ്ത്രീകൾക്ക് ഒരു പ്രചോദനമായി മാറുകയാണ്. നമുക്കൊരു ഇടവേള കൂടി അനിവാര്യമാണ്. വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. കളിക്കളം റെഡി. കേരളം എന്ന വലിയ കോട്ടിൽ ഇനി പോരാട്ടം മുറുകുന്നു. 140 മണ്ഡലങ്ങളുടെ ഭാവി നിർണയിക്കുന്ന പോരാട്ടം. നെറ്റിന് അപ്പുറവും ഇപ്പുറവും അതികായന്മാർ. കേരളം വിധിയെഴുതുന്ന മഹാപോരാട്ടം. തെരഞ്ഞെടുപ്പ് വാർത്തകളുടെ വേഗമേറിയ കളം. കാണുക ദ ഇലക്ഷൻ ചാനൽ. വാർത്തകൾ നമ്മൾ തമിഴ്നാട്ടിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള BJP സ്ഥാനാർത്ഥി നിർണയത്തിൽ അടിമുടി പൊട്ടിത്തെറിയാണ്.
ഓരോ മണ്ഡലങ്ങളിലേക്കും 3 പേരുടെ വീതം ആളുകളെ ഉൾപ്പെടുത്തിയുള്ള പാനൽ കേന്ദ്രത്തിന് കൈമാറിയെങ്കിലും പ്രമുഖ നേതാക്കൾ തമ്മിലുള്ള തർക്കം പരിഹരിക്കാനാവാത്ത നിലയിലാണ് എന്നാണ് ഏറ്റവും പുതിയ വിവരം. ഏറ്റവും പ്രധാനം ബിജെപിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലൈ എവിടെ മത്സരിക്കുമെന്നതിനെക്കുറിച്ചുള്ള തർക്കമാണ്. കോയമ്പത്തൂരിൽ മത്സരിക്കണം എന്നും, അതായത് മത്സരിക്കുകയാണെങ്കിൽ കോയമ്പത്തൂരിൽ മാത്രമായിരിക്കും താനെന്ന നിലപാടിൽ അണ്ണാമലൈ മുന്നോട്ട് പോകുന്ന പശ്ചാത്തലമുണ്ട്. എന്നാൽ കോയമ്പത്തൂരിൽ പാർട്ടിക്ക് അനുവദിച്ച ഏക സീറ്റ് തനിക്ക് അവകാശപ്പെട്ട നിലപാടിലാണ് വാനതി ശ്രീനിവാസൻ. ഇത് വലിയ പൊട്ടിത്തെറിക്ക് അവിടെ കാര്യമായിരിക്കുന്നു. വാനതിയുടെയും ഈ അണ്ണാമലയുടെയും അനുയായികൾ പരസ്പരം പോരടിക്കുന്ന പശ്ചാത്തലമുണ്ട്. കോയമ്പത്തൂരിൽ ഒരു സീറ്റ് മാത്രമാണ് BJP കിട്ടിയത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഗൗണ്ടംപാളയം, സിംഗനല്ലൂർ, അറവാക്കുറിച്ചി സീറ്റുകളിൽ മത്സരിക്കാനുള്ള താല്പര്യം അണ്ണാമലൈ പാർട്ടി അറിയിച്ചിരുന്നു. എന്നാൽ ഈ സീറ്റുകൾ അണ്ണാ DMKയ്ക്കാണ് കിട്ടിയത്. ഇതോടെ മത്സരിക്കാൻ ഇല്ലെന്ന് വ്യക്തമാക്കി അണ്ണാമലൈ പിന്മാറുന്ന പശ്ചാത്തലം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഏതായാലും ഇത് സോഷ്യൽ മീഡിയ പോരിന് ഇടയാക്കിയിരിക്കുന്നു. നേതാക്കളുടെ അനുകൂലികൾ ചേരിതിരിഞ്ഞ് വാക്പോര് തുടരുകയാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. IPL കളിക്കാൻ ശ്രീലങ്കൻ താരത്തിന് അനുമതി നൽകിയില്ല എന്നതിൻ്റെ പേരിൽ ആ താരം ശ്രീലങ്കൻ പേസർ അവിടുത്തെ ശ്രീലങ്കയിലെ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ബംഗളൂരു RCBയുടെ താരമായ നുവാൻ തുഷാരയ്ക്കാണ് ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ്, ശ്രീലങ്കയിലെ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് NOC നൽകാത്തത്, നിരാക്ഷേപ പത്രം നൽകാത്തത്. ഈ ഉത്തരവ് നൽകണമെന്നാവശ്യപ്പെട്ടാണ് താരം കോടതിയെ ഇപ്പോൾ സമീപിച്ചിരിക്കുന്നത്. NOC നൽകിയില്ലെങ്കിൽ ബോർഡുമായുള്ള സെൻട്രൽ കോൺട്രാക്റ്റ് പുതുക്കാൻ താല്പര്യമില്ല എന്നും തുഷാര അറിയിച്ചു എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട്. നിശ്ചിത ഫിറ്റ്നസ് മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിനെ തുടർന്നാണ് തുഷാരയ്ക്ക് NOC നൽകാത്തതെന്നാണ് ഇപ്പോൾ ശ്രീലങ്കൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് പറയുന്നത്. പക്ഷേ തൻ്റെ ഫിറ്റ്നസ് ഒക്കെ ഓക്കെയാണ് എന്നും തന്നോടുള്ള പ്രതികാര നടപടിയാണ് എന്നുമാണ് ശ്രീലങ്കൻ പേസറിൻ്റെ ആക്ഷേപം. തൻ്റെ കരാർ അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ പുതുക്കില്ല എന്ന് പറയുന്നു. ഒപ്പം നമുക്ക് ഇത് RCB ഏതാണ്ട് 1.25 കോടി രൂപയോളം നൽകിയാണ് നുവാനെ തങ്ങളുടെ ടീമിലേക്ക് എടുത്തത്. ഈ പണം ലഭിക്കാതിരുന്നാൽ തനിക്ക് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാകുമെന്നും നുവാൻ പറയുന്നു. ഇതിനെ തുടർന്നാണ് 1.6 കോടിക്കാണ് കേട്ടോ 1.6 കോടി രൂപയ്ക്കാണ് നുവാൻ RCBയിലെത്തിയത്. കഴിഞ്ഞ തവണ ഒരു മത്സരം കളിക്കുകയും ചെയ്തതും മറ്റുമാണ്. അതിനുശേഷമാണ് ഇപ്പോൾ നുവാൻ ഇത്തരമൊരു കേസുമായി കോടതിയെ സമീപിച്ചിരിക്കുന്നത്. മറ്റൊരു വാർത്ത, യുവരാജ് സിംഗ് ഇന്ത്യയുടെ പല വിജയങ്ങളുടെയും നട്ടലായിരുന്ന താരം. പക്ഷേ യുവരാജ് സിംഗിന് പലപ്പോഴും വിനയായത് തൻ്റെ പിതാവിൻ്റെ ചില പരാമർശങ്ങളാണ്. കപിൽ ദേവും MS ധോണിയും തന്നോട് ക്ഷമിക്കണം എന്നാണ് ഇപ്പോൾ പുതിയ വീഡിയോയിലൂടെ യുവരാജ് സിംഗ് അഭ്യർത്ഥിക്കുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല, നേരത്തെ ധോണിക്ക് പകരം യുവരാജ് സിംഗിനെ ക്യാപ്റ്റനാക്കി വെച്ചതിൽ യുവരാജിൻ്റെ പിതാവ് യോഗരാജ് സിംഗ് വലിയ വിമർശനം ഉന്നയിച്ചിരുന്നു. ധോണിക്കെതിരെ അതിശക്തമായ വിമർശനം, യുവരാജിൻ്റെ കരിയർ പോലും ധോണി നശിപ്പിക്കുന്ന രീതിയിലായിരുന്നു വിമർശനം. അന്ന് യുവരാജ് മറുപടി പറയാനിരുന്നില്ല. പിന്നീട് നമുക്കറിയാം സംഭവിച്ചത് ചരിത്രമാണ്. ധോണി ഇന്ത്യയിലെ 1-ാം നമ്പർ ക്യാപ്റ്റനായി മാറുന്നു. നിരവധി ലോകകപ്പ് വിജയങ്ങൾ ധോണി ഇന്ത്യക്കായി സമ്മാനിക്കുന്നു. അങ്ങനെ ഇന്ത്യ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ക്യാപ്റ്റനായി മാറുകയാണ്. പക്ഷേ അവിടെ യുവരാജിൻ്റെ അവസരം നഷ്ടപ്പെട്ടപ്പോൾ യോഗരാജിന് അത് സഹിക്കാനായില്ല. അതിനു മുൻപ് 1980കളിൽ കപിൽ ദേവ് ക്യാപ്റ്റനായ ടീമിൽ അംഗമായിരുന്നു യോഗരാജ്. അന്ന് ഒരു ടീമിൽ നിന്ന് പുറത്താക്കിയപ്പോൾ കപിൽ ദേവിനെ വിമർശിച്ച യോഗരാജിൻ്റെ വാക്കുകളും ഏറെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. ഈ രണ്ട് സംഭവങ്ങൾക്കും പിതാവിന് വേണ്ടി താൻ മാപ്പ് പറയുകയാണ് എന്നാണ് ഇപ്പോൾ യോഗരാജിന് വേണ്ടി അടക്കം മാപ്പ് പറയുകയാണെന്നാണ് ഇപ്പോൾ യുവരാജ് സിംഗ് പറഞ്ഞു വെക്കുന്നത്. താൻ ധോണിയോടും കപിൽ ദേവിനോടും മാപ്പ് പറയുന്നു. അതിനുശേഷം നമുക്കറിയാം 2011 മുതൽ യുവരാജ് സിംഗിന് അന്ന് ക്യാൻസർ ബാധിതനായി പിന്നീട് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്ക് തിരിച്ചു വന്നു എങ്കിൽ പോലും പഴയ പ്രകടനം ആവർത്തിക്കാനാകാത്ത ഒരു പശ്ചാത്തലവും ചരിത്രവും ഒക്കെ ഉണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമാണ് യുവരാജ് സിംഗ്, ആരോഗ്യവാനാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിനിടയിലാണ് പണ്ട് സംഭവിച്ച ചില കാര്യങ്ങളിൽ ക്ഷമ പറഞ്ഞുകൊണ്ട് യുവരാജ് രംഗത്ത് വന്നിരിക്കുന്നത്. നമുക്കിനി തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് വളരെ വേഗം ഒന്ന് പോകണം. തൃത്താലയിലേക്കാണ്. തൃത്താലയിൽ നിന്ന് MG രേണുക ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. തൃത്താലയിൽ MB രാജേഷിൻ്റെ ആത്മവിശ്വാസം ഒന്ന്, മറ്റൊന്ന് VT ബൽറാമിൻ്റെ ആത്മവിശ്വാസം മറ്റൊന്ന്. MB രാജേഷ് പറയുന്നത് സംവാദത്തിന് ഗോദയിൽ VT ബൽറാമിനെ കാത്തിരിക്കുകയാണ് എന്നാണ്. അതേസമയം ആത്മവിശ്വാസക്കുറവ് MB രാജേഷിനാണെന്നാണ് VT ബൽറാമിൻ്റെ മറുപടി. ഈ വാക്കുകളിലൂടെ 9 മണി പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് തൃത്താലയിലാണ്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും തീ പാറുന്ന മത്സരം നടക്കുന്ന തൃത്താല മണ്ഡലത്തിലാണ് ഞാനുള്ളത്. നമുക്കൊപ്പം LDF സ്ഥാനാർത്ഥി MB രാജേഷ് ചേരുകയാണ്. MBR വരുന്ന വഴി മുഴുവൻ MBR ആണ്. ജനഹൃദയങ്ങളിലും അതുപോലെ MBR ആണോ? തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുമ്പോൾ വ്യക്തമാവും. തൃത്താല ഹാപ്പിയാണ് എന്നാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. ഒരു വ്യക്തി എന്നുള്ളതല്ല, തൃത്താലയെ ഹാപ്പിയാക്കിയത് LDF സർക്കാരാണ് കഴിഞ്ഞ 5 വർഷം കൊണ്ട്. ആ LDF സർക്കാരിലെ മന്ത്രി, തൃത്താലയുടെ ജനപ്രതിനിധി എന്ന നിലയിൽ അതിലൊരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഞാനും ഹാപ്പിയാണ്, തൃത്താലയും ഹാപ്പിയാണ്.
ഹാപ്പിനെസ് ഇൻഡെക്സിൽ കേരളം മുന്നിലാണ്, വളരെ മുന്നിലാണ്. അപ്പോൾ ആ ഹാപ്പിനെസ്സിന് അപ്പുറം തൃത്താലയ്ക്ക് ഹാപ്പിനെസ് എങ്ങനെ കിട്ടി? അതായത് തൃത്താല വളരെ വളരെ ഗ്രാമീണമായ പിന്നാക്കമായി നിന്നൊരു മണ്ഡലമായിരുന്നു. ഒരു 19 കൊല്ലമായിട്ട് പറഞ്ഞു കേൾക്കുന്ന കാര്യങ്ങളൊക്കെ തൃത്താലയ്ക്ക് സ്വപ്നമായി. അതെല്ലാം ഈ 5 വർഷം കൊണ്ട് നടന്നു. ഇപ്പോൾ നിങ്ങൾ പോയാൽ കാണാം, ഭാരതപ്പുഴയ്ക്ക് കുറുകെ കാങ്കക്കടവിൽ ഒരു പാലം. ഈ സർക്കാരിൻ്റെ കാലത്ത് ഭരണാനുമതി കിട്ടി, ഈ സർക്കാരിൻ്റെ കാലത്ത് കല്ലിട്ട്, ഈ സർക്കാരിൻ്റെ കാലത്ത് പാലപ്പണി പൂർത്തിയായി. കേരളത്തിൽ അങ്ങനെ വേറെ ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതുപോലെ മറ്റേ കൂട്ടക്കടവ് റെഗുലേറ്റർ, അതുപോലെ തന്നെയാണ് നമ്മുടെ റെയിൽവേ മേൽപ്പാലം പരുതൂരിലെ സുശീലപ്പടി എന്ന് പറയുന്ന സ്ഥലത്ത് 50 കൊല്ലത്തെ ആവശ്യമാണ്. ഞാൻ കഴിഞ്ഞവണ് ഒട്ടുപോയി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ 45 കൊല്ലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ മേൽപ്പാലത്തിന് വേണ്ടിയിട്ട് ശരിയാക്കി തരുമെന്ന് ചോദിച്ചു. ഭൂമി ഏറ്റെടുത്ത് നിർമ്മാണം ആരംഭിച്ചു. പിന്നെ മറ്റേ ITI ഞാൻ പത്രം വായിക്കാൻ തുടങ്ങിയ കാലത്ത് കേൾക്കാൻ തുടങ്ങിയതാണ് തൃത്താലയിൽ ITI അനുവദിക്കണം എന്നുള്ള ആവശ്യം. പിന്നെ ഞാൻ SFIയുടെ ഒക്കെ പ്രവർത്തകനായ സമയത്ത് ഞാൻ പ്രമേയം എഴുതിയിട്ടുണ്ട്, തൃത്താലയിൽ ITI അനുവദിക്കുക ഞങ്ങളുടെ സമ്മേളനങ്ങളിൽ. ഒടുവിൽ കഴിഞ്ഞ വർഷമാണ് അത് യാഥാർത്ഥ്യമായത്. അതിനു പുറമെ റോഡുകൾ, ഇപ്പോൾ കഴിഞ്ഞ തവണ MLA ആയപ്പോൾ എനിക്ക് ഈ പാരമ്പര്യമായി കൈമാറി കിട്ടിയത് പൊട്ടിപ്പാളീസായ റോഡുകളായിരുന്നു. ഇന്ന് റോഡുകളൊക്കെ നിങ്ങൾ പോയില്ലേ, സഞ്ചരിച്ചില്ലേ, എന്ത് മാറ്റാണ് റോഡുകൾക്ക് വന്നതെന്നുള്ളത്. മുഴുവൻ PWD റോഡിനും ഫണ്ട് വെച്ചു. 15 എണ്ണത്തിൻ്റെ പണി പൂർത്തിയാക്കുകയും ചെയ്തു. 10 എണ്ണത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. 4 എണ്ണം ഇപ്പോൾ തുടങ്ങും. 241 ഗ്രാമീണ റോഡുകൾ ഉണ്ടാക്കി. പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ സ്റ്റേഡിയം, കരണപ്പുറയിലെ സ്റ്റേഡിയം, ഗാലറി, ചുറ്റും നടപ്പാത, പിന്നെ ഓപ്പൺ ജിംനേഷ്യം, വ്യായാമം ചെയ്യാൻ 1 അല്ല 4 ഓപ്പൺ ജിംനേഷ്യം തൃത്താലയിൽ ആരംഭിച്ചിട്ടുണ്ട്. തൃത്താല ഗവൺമെൻറ് ആസ്പത്രി ഉണ്ട്, ഇവിടെ നിന്ന് അധികം ദൂരമില്ല. 1937 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിനും 10 വർഷം മുമ്പ് ഉണ്ടാക്കിയ കെട്ടിടമായിരുന്നു. ഇപ്പോഴാണ് അവിടെ ഒരു പുതിയ കെട്ടിടം ഉണ്ടാക്കിയത്. ഒന്ന് പോയി കണ്ടു. 26,000 സ്ക്വയർ ഫീറ്റുള്ള വലിയ മനോഹരമായിട്ടുള്ള ഒരു കെട്ടിടം അവിടെ സാധ്യമാക്കി. ഇങ്ങനെ 2764 ആൾക്കാണ് പട്ടയം കൊടുത്തത് ഈ 5 കൊല്ലം കൊണ്ട്. അപ്പോൾ തൃത്താല ഹാപ്പി ആവാൻ ഇതൊക്കെ പോരെ. അതിന് പുറമെ ഞങ്ങളുടെ സരസ്മേളയുണ്ട്. സരസ്മേള ലക്ഷക്കണക്കിന് ആളുകൾ 10 ദിവസം കൊണ്ട് വന്നു പോയ സ്ഥലമാണ്. തൃത്താല കണ്ട ഏറ്റവും വലിയ ആഘോഷം, അതെ, ഏറ്റവും വലിയ ആഘോഷമാണ് സരസ്മേള. അതിൽ ഏറ്റവും വലിയ പ്രത്യേകത എത്ര ആൾ വന്നിട്ട് ഒരു അലോസരം പോലും ഉണ്ടായില്ല എന്നുള്ളതാണ്. ഇതൊക്കെയാണ് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.